ഹലോ സ്റ്റുഡൻസ്, നമുക്ക് സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിങ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഈ CPNM സബ്ജക്റ്റിലെ ഫസ്റ്റ് മോഡ്യൂളിലെ ഇനീഷ്യൽ പോർഷൻസ് നമ്മൾ കവർ ചെയ്തു. ബേസിക്സും പിന്നെ അൽഗോരിതം ഫ്ലോ ചാർട്ടും എന്നീ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് പ്രോഗ്രാമിങ്ങിൻ്റെ സെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് മോഡ്യൂളാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. അതിൽ പ്രോഗ്രാമിങ്ങിൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ് ഇത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു സാമ്പിൾ C++ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കും. അത് കഴിഞ്ഞിട്ട് ആ പ്രോഗ്രാമിൻ്റെ ഓരോ സ്റ്റേറ്റ്മെൻറ്റും എന്താണെന്ന് കാണും. അപ്പോൾ ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള വീഡിയോ ആണ്. ആക്ച്വലി ഞാൻ ഇത് വളരെ സിമ്പിളായിട്ട് വളരെ ടൈം എടുത്ത് ആണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ പ്രോഗ്രാമിംഗ് അറിയാവുന്നുള്ള സ്റ്റുഡൻസിന് ഇത് ഒരുപക്ഷെ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. കാരണം അവർക്ക് പുതിയതായിട്ടൊന്നും അറിയാൻ പോകുന്നില്ല. കാരണം അവർക്ക് ആൾറെഡി അറിയാവുന്നുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ചിലപ്പോൾ ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നാം. പക്ഷേ ഈ പ്രോഗ്രാമിംഗ് അറിഞ്ഞുകൂടാത്ത സ്റ്റുഡൻസ് നിർബന്ധമായും വീഡിയോ മുഴുവൻ കേൾക്കാനായിട്ട് ശ്രമിക്കുക, ശ്രദ്ധയോടെ കേൾക്കാനായിട്ട് ശ്രമിക്കുക. ആദ്യത്തെ ഒരു 4-5 ക്ലാസ് പ്രോഗ്രാമിൻ്റെ ബേസ് എന്താണെന്ന് മനസ്സിലായാലേ ബാക്കിയുള്ള കാര്യങ്ങളും പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ ഫസ്റ്റ് മോഡ്യൂളിലെ പ്രോഗ്രാമിംഗ് ടോപ്പിക്സ് പഠിക്കാതെ സെക്കൻഡ് മോഡ്യൂൾ പഠിക്കാനൊക്കത്തില്ല, തേർഡ് മോഡ്യൂൾ പഠിക്കാനൊക്കത്തില്ല, ഫോർത്ത് മോഡ്യൂൾ ഒരിക്കലും പറ്റത്തില്ല. അപ്പം ഏറ്റവും ബേസ് ആയിട്ടുള്ള പോർഷൻസാണ് ഏറ്റവും കൂടുതൽ ടൈം കൊടുത്ത് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കേണ്ടത്. ഇനിഷ്യലായിട്ടുള്ള ബേസ് ആയിട്ടുള്ള പോർഷൻസിന് എത്ര കൂടുതൽ ടൈം എടുത്ത് നിങ്ങൾ കാര്യം മനസ്സിലാക്കുന്നോ അത്രത്തോളം ഈസി ആയിരിക്കും ബാക്കിയുള്ള ടോപ്പിക്സ് നിങ്ങൾ പഠിക്കാനായിട്ട്. ആദ്യമേ വലിയ കെയർ കൊടുക്കാതെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളത് ഒന്നും മനസ്സിലാവാൻ പോകുന്നില്ല. നിങ്ങൾക്ക് എന്നെ അറിയാവുന്ന കാര്യമാണ്. അപ്പം പ്രോഗ്രാമിംഗ് അറിഞ്ഞുകൂടാത്ത സ്റ്റുഡൻസ് വളരെ കാര്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ ഈ വീഡിയോയിൽ ഒരു 10 കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു 5 കാര്യം ചിലപ്പോൾ മനസ്സിലാവുകയുള്ളൂ, അല്ലെങ്കിൽ 5 കാര്യമേ ഓർത്തിരിക്കാൻ സാധ്യതയുള്ളൂ. എന്നാലും കുഴപ്പമില്ല. ഈ വീഡിയോ തന്നെ ഒരു തവണയിൽ കൂടുതൽ കാണുക, ഒന്നിൽ കൂടുതൽ തവണ കാണുക. അല്ലെങ്കിൽ ഞാൻ അടുത്ത 2-3 വീഡിയോസിലും ഇങ്ങനത്തെ വളരെ ചെറിയ പ്രോഗ്രാംസ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന രീതി തന്നെയായിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പം അത് കേൾക്കുമ്പോഴേക്കും നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായി വരും. അല്ലാതെ ആദ്യമേ ഞാൻ പറയുന്ന ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യവും തന്നെ ആദ്യമേ മനസ്സിലാക്കാനൊന്നും പോകുന്നില്ല. ഈ പ്രോഗ്രാമിംഗ് അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് എന്തായാലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവനും ഒറ്റ സ്റ്റെപ്പിൽ തന്നെ മനസ്സിലാവാനൊന്നും പോകുന്നില്ല. എന്നാലും ഞാൻ പറയുന്നതിൻ്റെ പകുതിയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായാൽ അത്രയും നല്ലത്. ബാക്കി പകുതി നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിച്ചെടുക്കാം. അത്രയേ ഉള്ളൂ, അങ്ങനെ കരുതിയാൽ മതി. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഈ വീഡിയോയിൽ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള വളരെ ബേസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത്. 2 ഇൻറ്റീജർ നമ്പേഴ്സിനെ സം ചെയ്യുന്ന ഒരു പ്രോഗ്രാം അത്രയേ ഉള്ളൂ. ഇൻറ്റീജർ നമ്പേഴ്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. ഇൻറ്റീജർ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 0 1 2 3 4 5 6 അങ്ങനത്തെ ഹോൾ നമ്പേഴ്സ്, ഇൻക്ലൂഡിങ് നെഗറ്റീവ് നമ്പേഴ്സ് -1 -2 -3 അങ്ങനത്തെ നമ്പേഴ്സിനെയാണ് ഇൻറ്റീജർ നമ്പേഴ്സ് എന്ന് പറയുന്നത്. 1000 1500 568 798 എന്നൊക്കെ പറയുന്ന പോലത്തെ ഹോൾ നമ്പേഴ്സിനെയാണ് ഇൻറ്റീജർ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ ഇൻറ്റീജർ നമ്പേഴ്സിൻ്റെ സമ്മ്, 2 ഇൻറ്റീജർ നമ്പേഴ്സിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോഗ്രാം. ഈ പ്രോഗ്രാം ഒന്നും എക്സാമിന് ചോദിക്കത്തില്ല. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് മോഡ്യൂളിൽ നിന്നുള്ള ഒരു പ്രോഗ്രാമും എക്സാമിന് ചോദിക്കത്തില്ല. കാരണം ഫസ്റ്റ് മോഡ്യൂൾ ചോദിക്കാൻ മാത്രമുള്ള പ്രോഗ്രാം തന്നെ ഇല്ല. അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഫസ്റ്റ് മോഡ്യൂളിൽ പറയുന്നുള്ളൂ. സെക്കൻഡ് മോഡ്യൂളിലാണ് വളരെ കാര്യമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം വരുന്നത് സെക്കൻഡ് മോഡ്യൂളിലാണ്. അപ്പോൾ സെക്കൻഡ് മോഡ്യൂളിലെ ടോപ്പിക്സ് വെച്ച് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കത്തുള്ളൂ, ഇപ്പോൾ പ്രോഗ്രാം എഴുതാൻ ചോദിക്കത്തുള്ളൂ. ഫസ്റ്റ് മോഡ്യൂളിലെ തിയറി മാത്രമേ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് പ്രോഗ്രാമേ ചോദിക്കാൻ സാധ്യതയില്ല. ഇങ്ങനത്തെ ഞാൻ ഈ കാണിച്ചിട്ടുള്ള പ്രോഗ്രാം ഒന്നും ഒരു കാലത്തും ചോദിക്കത്തില്ല. കാരണം അത് വളരെ സിമ്പിളായിട്ടുള്ള പ്രോഗ്രാമാണ്. പക്ഷേ നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് ഇങ്ങനെ സിമ്പിളായിട്ടുള്ള പ്രോഗ്രാമിൽ നിന്നാണ് പഠിച്ചു തുടങ്ങുന്നത്. ഞാൻ ഈ പ്രോഗ്രാമിലെ ഓരോ ലൈൻ ബൈ ലൈൻ സ്റ്റേറ്റ്മെൻറ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. എന്നിട്ട് കാര്യങ്ങളും ലോജിക്കും ഓരോ സ്റ്റേറ്റ്മെൻറ്റും എന്തിനാണ് എന്നും അതിൻ്റെ പർപ്പസ് എന്താണെന്നും ഓരോ ലൈനിൻ്റെ ഓരോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നും ഒക്കെ ഞാൻ വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഈ സംഭവം എന്താണെന്ന് മനസ്സിലാക്കിയാലേ നിങ്ങൾക്കും പ്രോഗ്രാം എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓരോ സ്റ്റേറ്റ്മെൻറ്റും എന്തിനാണ്, അതിൻ്റെ ലോജിക്ക് എന്താണ്, അതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് മനസ്സിലാക്കിയാലേ ബാക്കിയുള്ള ഇനി വരുന്ന പ്രോഗ്രാംസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവുകയുള്ളൂ. ഇപ്പോഴേ ഒന്നും മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഒന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിലെ കോഡ്സ് ഇത്രയും ലൈൻസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സേ ഉള്ളൂ. ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 നമ്പേഴ്സിനെ സം ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുന്നത്. ആദ്യം എൻ്റർ 2 ഇൻറ്റീജർ നമ്പേഴ്സ് A and B എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ കീബോർഡ് വഴി 2 ഇൻറ്റീജർ നമ്പേഴ്സ്, നമ്മൾ ഇൻറ്റീജർ നമ്പർ എന്ന് പറയുമ്പോൾ ഡെസിമൽ പോയിൻറ്റ്സ് ഉള്ള നമ്പേഴ്സ് അല്ല ഉദ്ദേശിക്കുന്നത്. അത് ഡെസിമൽ വാല്യൂസ് ഉള്ള നമ്പേഴ്സിനെ ഫ്ലോട്ടിംഗ് ഡിജിറ്റ്സ് എന്നൊക്കെയാണ്, ഫ്ലോട്ടിംഗ് നമ്പേഴ്സ് എന്നൊക്കെയാണ് പറയുന്നത് നമ്മുടെ ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്
ആ ഒരു ലോജിക്ക് വെച്ച് പറയുമ്പോൾ. അപ്പോൾ രണ്ട് ഇൻറ്റീജർ നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് പറയുമ്പോൾ 6.5 8.9 ഒന്നും നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കത്തില്ല. 6 അല്ലെങ്കിൽ 8 അങ്ങനത്തെ ഓൾ നമ്പേഴ്സ് മാത്രമേ ഇൻറ്റീജർ നമ്പേഴ്സായിട്ട് എൻ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ എൻ്റർ ടു ഇൻറ്റീജർ നമ്പേഴ്സ് എ ആൻഡ് ബി എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കും. കീബോർഡ് വഴി ആദ്യം 20 എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക, അടുത്ത 30 സാമ്പിളായിട്ട് 30 എൻ്റർ ചെയ്യുക, എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോഴേക്കും സം ഈക്വൽ ടു 50 എന്നുള്ള ആ ഒരു റിസൾട്ട് എഴുതി കാണിക്കും. അപ്പോൾ ഇതിനിങ്ങനെ 50 ആണ് നമുക്കിവിടെ കിട്ടിയ സൊല്യൂഷൻ എന്നുള്ളത്, ആ റിസൾട്ട് എന്നുള്ളത്. അപ്പം ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, 50 എന്ന വാല്യൂ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ രണ്ട് നമ്പേഴ്സ് ഏതെങ്കിലും നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കൊടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ നമ്പേഴ്സിൻ്റെ സം എത്രയാണെന്ന് ഔട്ട്പുട്ടായിട്ട് നൽകുന്ന ഒരു പ്രോഗ്രാമാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ആദ്യം ഓൺലൈൻ കമ്പൈലറിലും അത് കഴിഞ്ഞിട്ട് കോഡ് ബ്ലോക്സ് എന്ന സോഫ്റ്റ്വെയറിലും നമുക്ക് ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ആദ്യം ഓൺലൈൻ കമ്പൈലർ. ഈ ഓൺലൈൻ കമ്പൈലർ എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതായത് ഗൂഗിളിൽ തന്നെ ഓൺലൈൻ C++ കമ്പൈലർ എന്ന് സെർച്ച് ചെയ്താൽ മിക്കവാറും ആദ്യത്തെ റിസൾട്ടായിട്ട് തന്നെ നമുക്ക് ഈ ഒരു സംഭവം കിട്ടും. ഓൺലൈൻ GDB എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് കിട്ടും. അതിലാണ് നമ്മൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ C++ എന്ന ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ഇത് നമ്മുടെ ക്രോമിൽ ഓപ്പൺ ചെയ്യാം, ഏതെങ്കിലും വെബ് ബ്രൗസറിൽ യൂസ് ചെയ്യാം, ലാപ്ടോപ്പിൽ തന്നെ യൂസ് ചെയ്യാം, നിങ്ങളുടെ മൊബൈൽ ഫോൺസിൽ യൂസ് ചെയ്യാം. വേറെ ആപ്ലിക്കേഷനും സോഫ്റ്റ്വെയർ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ നെറ്റ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഇൻ്റർഫേസിൽ നമുക്ക് കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോഴത്തേക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഞാനിവിടെ ഇപ്പം കോഡ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ നേരത്തെ സ്ലൈഡിൽ കാണിച്ച സെയിം കോഡ് തന്നെ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് റൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കാണിക്കും. ഈ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻപുട്ടൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഔട്ട്പുട്ടായിരിക്കും. ആദ്യം ഇതാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. എൻ്റർ ടു ഇൻറ്റീജർ നമ്പേഴ്സ് എ ആൻഡ് ബി എന്നിവിടെ ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ രണ്ട് നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ലെറ്റ്സ് സേ 105 എന്ന നമ്പർ എൻ്റർ ചെയ്യുന്നു, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഉടനെ അടുത്ത നമ്പറിന് വേണ്ടി അത് വെയിറ്റ് ചെയ്യും. വീണ്ടും അത് വെയിറ്റ് ചെയ്യണം. രണ്ടാമത്തെ നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു, 987 എന്ന നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഉടനെ തന്നെ അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ സം എത്രയാണെന്ന് വെച്ചാൽ അത് ഇവിടെ എഴുതി കാണിക്കുന്നു. അപ്പോൾ ഇതാണ് ഔട്ട്പുട്ട് വിൻഡോ എന്ന് പറയുന്ന സംഭവം. ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നത്. ഈ ഔട്ട്പുട്ടായിട്ട് ഈ കാണിക്കുന്ന സംഭവമാണ് ഞാൻ സ്ലൈഡിൽ ഇവിടെ ഈ കൊടുത്തിട്ടുള്ളത്. ഈ ഔട്ട്പുട്ട് എന്ന് എഴുതി ഈ ബോക്സിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട ഔട്ട്പുട്ട് വിൻഡോയിൽ വന്ന കാര്യങ്ങളാണ്. ആദ്യം എൻ്റർ ടു ഇൻറ്റീജർ നമ്പേഴ്സ് എ ആൻഡ് ബി എന്ന് ചോദിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ കീബോർഡ് വഴി എൻ്റർ ചെയ്യുന്ന ആ വാല്യൂസ്, എന്ത് ഡാറ്റയാണോ കീബോർഡ് വഴി എൻ്റർ ചെയ്യുന്നത്, അതിനെയാണ് ഞാൻ ഈ റെഡ് കളറിൽ കാണിച്ചിട്ടുള്ളത്. ഇനി വരുന്ന വീഡിയോസ് എല്ലാം ഈ ഒരു രീതി തന്നെയായിരിക്കും ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളതെല്ലാം ഔട്ട്പുട്ട് വിൻഡോ ആയിരിക്കും. അതിൽ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളതെല്ലാം ഞാൻ കീബോർഡ് വഴി എൻ്റർ ചെയ്യുന്ന വാല്യൂസ് ആയിരിക്കും കൊടുക്കുന്നത്. അതിൽ എൻ്റർ കീ ഞാനിവിടെ കാണിച്ചില്ല എന്നേ ഉള്ളൂ. 20 എന്ന് എൻ്റർ ചെയ്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അടുത്തത് 30 എന്ന് അടുത്ത നമ്പർ എൻ്റർ ചെയ്യുന്നു, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഔട്ട്പുട്ട് എത്രയാണെന്ന് കിട്ടും. അതിൻ്റെ സം എത്രയാണെന്ന് അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇവിടെ റെഡിൻ്റെ ആവശ്യമില്ല, അത് എന്നെ കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കുന്ന വാല്യൂ ആണ്. അപ്പോൾ അത് റെഡ് കളറിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കീബോർഡ് വഴി എൻ്റർ ചെയ്യുന്നതായിരിക്കും ഞാൻ ഈ സ്ലൈഡിൽ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത്. ഇനി വരുന്ന എല്ലാ വീഡിയോസിലും ഈ ഒരു രീതിയായിരിക്കും ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് വളരെ ഈസി ആയിട്ട് നമ്മുടെ ഓൺലൈൻ കമ്പൈലർ ഉപയോഗിച്ച് നമുക്ക് ആ പ്രോഗ്രാം റൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇതപ്പം വേറെ സോഫ്റ്റ്വെയർ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ ലോഗിൻ ചെയ്തിടാം. ഈ പേജിൽ തന്നെ ലോഗിൻ ചെയ്തിടുകയാണെങ്കിൽ അത് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് സേവ് ചെയ്യാം ആ പ്രോഗ്രാംസ്. അതെല്ലാം നമ്മുടെ ഈ അക്കൗണ്ടിൽ തന്നെ കിടന്നോളും. നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന എല്ലാ പ്രോഗ്രാംസും ആ അക്കൗണ്ടിൽ തന്നെ സ്റ്റോർ ചെയ്ത് കിടന്നോളും. നമുക്ക് എവിടെ നിന്ന് വേണോ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. നെറ്റ് കണക്ഷൻ വേണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് വെബ്സൈറ്റ് അഡ്രസ്സ്. ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കിട്ടും, അല്ലെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. onlinegdb.com എന്നാണ് വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ്. അപ്പോൾ ഇതാണ് ഓൺലൈൻ കമ്പൈലർ എന്ന് പറയുന്നത്. ഓൺലൈൻ കമ്പൈലർ എന്ന് പറയാൻ കാര്യം നെറ്റ് കണക്ഷൻ വേണം. അപ്പോൾ ഇത് നിങ്ങളുടെ മൊബൈലിലും ഈ നെറ്റ് ബ്രൗസറിൽ ക്രോമിൽ ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഓൺലൈൻ കമ്പൈലർ എന്ന് പറയുന്ന സംഭവം. അടുത്ത ടൈപ്പാണ് ഈ കോഡ് ബ്ലോക്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ, പ്രൊഫഷണൽസും പഠിക്കുന്ന ആവശ്യത്തിനും ലാബ് വർക്കിനും ഒക്കെ യൂസ് ചെയ്യുന്ന കമ്പൈലറാണ് ഈ കോഡ് ബ്ലോക്സ് എന്ന് പറയുന്നത്. അതിൽ പല ലാംഗ്വേജസ്, ബേസിക്കലി സിയും C++ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പൈലർ സോഫ്റ്റ്വെയറാണിത്. ഇതിൽ എങ്ങനെയാണ് കോഡിങ് ചെയ്യുന്നത്, അതായത് പ്രോഗ്രാം എഴുതുന്നത് എന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതിൽ തന്നെ പല മെത്തേഡ്സിൽ നമുക്ക് ഈ കോഡ് ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ ഒരു മെത്തേഡ് ഞാനിപ്പം എക്സ്പ്ലെയിൻ ചെയ്യാം.
ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതെല്ലാം ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞായിരുന്നു. ഡൗട്ട് ഉള്ളവർക്ക് നേരിട്ട് ചോദിക്കാം എങ്ങനെയാണ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇതിൽ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുന്നു. ആദ്യം ഒരുപാട് മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആദ്യം ക്രിയേറ്റ് എ ന്യൂ പ്രോജക്റ്റ് എന്ന ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് ഇവിടെ നിന്നും എടുക്കാം, നമുക്ക് ഇവിടെ നിന്നും എടുക്കാം പ്രോജക്റ്റ് എന്നുള്ളത്, അല്ല ഫയലിൽ നിന്ന് നമുക്ക് എടുക്കാൻ സാധിക്കും. ഇനി ക്രിയേറ്റ് എ ന്യൂ പ്രോജക്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ കൺസോൾ ആപ്ലിക്കേഷൻ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്ത് ഗോ പ്രസ് ചെയ്യുക. എന്നിട്ട് ലാംഗ്വേജ് ഏതാണ് ചൂസ് ചെയ്യുന്നത് ചോദിക്കുക. C++ ഓപ്ഷൻ ചൂസ് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. പ്രോജക്റ്റിൻ്റെ ടൈറ്റിൽ നമുക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് സേവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. നമ്മൾ എക്സാമ്പിൾ 1 എന്ന് കൊടുത്തു. സിമ്പിളായിട്ട് ഡയറക്ടറി ഞാൻ നേരത്തെ ചൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്ടറി മാറ്റി കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് പ്രസ് ചെയ്യുക. ഇവിടെ ജസ്റ്റ് ഫിനിഷ് കൊടുത്താൽ മതി. ഇവിടെ കമ്പൈലർ ചൂസ് ചെയ്യാനുള്ള സെക്ഷനാണ്. ഞാനിവിടെ ഡീഫാൾട്ടായിട്ട് വെച്ചിട്ടുള്ളത് തന്നെ GNU GCC കമ്പൈലറാണ്. നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഫിനിഷ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒന്നും വന്നില്ല. ഇങ്ങനെ സംഭവം വന്നിപ്പോൾ ഉണ്ട്. ഇവിടെ ചെയ്യേണ്ടത് ഇവിടെ പ്ലസ് എക്സ്പാൻഡ് ചെയ്യുക. ഈ main.cpp എന്നുള്ളതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനൊരു പോർഷൻ വന്നു. ഇവിടെയാണ് നമ്മുടെ കോഡ് ആക്ച്വലി ടൈപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ കോഡ് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. നമ്മൾ സ്ലൈഡിൽ കാണിച്ച അതേ കോഡ് തന്നെയാണ്. അത് ഞാനിവിടെ പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ജസ്റ്റ് ഇവിടെ ഈ ബിൽഡ് ആൻഡ് റൺ എന്ന ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പം പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും. അത് റൺ ചെയ്ത് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് ഡിസ്പ്ലേ ചെയ്യും. ഏത് ലൈനിലാണ് എറർ എന്ന് കാണിക്കും. എറർ ഒന്നുമില്ല എങ്കിൽ അത് ഡയറക്റ്റായിട്ട് ഔട്ട്പുട്ട് വിൻഡോ എന്ന് പറഞ്ഞ് പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് നമുക്ക് റിസൾട്ട് അല്ലെങ്കിൽ എന്താണ് ഇൻപുട്ട് വേണ്ടത് എന്നുള്ളത് അത് ചോദിക്കും. ഇവിടെ എൻ്റർ 2 ഇൻറ്റീജർ നമ്പേഴ്സ് A and B എന്ന് ചോദിക്കുന്നു. നമ്മൾ ഒരു ഇൻറ്റീജർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഉടനെ അടുത്ത ഇൻറ്റീജർ നമ്പറിന് വേണ്ടി അത് വെയിറ്റ് ചെയ്യുന്നു. ആ സമയത്ത് നമ്മൾ അടുത്ത ഇൻറ്റീജർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോഴേക്കും സം ഈക്വൽ ടു 5129 എന്ന് എഴുതി കാണിക്കുന്നു. ബാക്കി 2 ലൈൻസ് നോക്കണ്ട, അത് സ്കിപ്പ് ചെയ്യുക, അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ സമ്മ് എത്രയാണെന്ന് വന്ന് നിൽക്കുന്നു. അപ്പോൾ ഇതാണ് ഔട്ട്പുട്ട് വിൻഡോ എന്നുള്ള സംഭവം. ഇതാണ് ഔട്ട്പുട്ട് വിൻഡോ. അപ്പോൾ ഇങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നത്. ഈ പ്രോഗ്രാം തന്നെ നിങ്ങൾക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇങ്ങനതാണ് കോഡ് ബ്ലോക്സ് എന്ന് പറയുന്ന കമ്പൈലർ. ഇത് നമുക്ക് ലാപ്ടോപ്സിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ ആണ്. ഇത് കുറച്ച് മെനക്കേടാണെന്ന് പറയാം. കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ ഓൺലൈൻ കമ്പൈലർ തന്നെയാണ്. ഞാനും നിങ്ങളെ പഠിപ്പിക്കാനുള്ള എല്ലാ പ്രോഗ്രാംസും ഈ ഓൺലൈൻ കമ്പൈലർ റൺ ചെയ്ത് നോക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് C പ്രോഗ്രാം. നമുക്ക് ലാബ് വർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ, നമ്മുടെ സിലബസ് ലാബ് വർക്ക് പറയുന്നില്ല, ലാബ് വർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കോഡ് ബ്ലോക്സ് എന്ന സോഫ്റ്റ്വെയർ അയക്കണമായിരുന്നു നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾ ജൂനിയേഴ്സിന് C പ്രോഗ്രാമിങ്ങിന് ലാബ് വർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങളുടെ സിലബസിൽ ലാബ് വർക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പ്രോഗ്രാം റൺ ചെയ്ത് റിസൾട്ട് എടുത്ത് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് പ്രോഗ്രാം എഴുതാനായിട്ട് പഠിച്ചാൽ മാത്രം മതി. എറേഴ്സ് ഇല്ലാതെ പ്രോഗ്രാം എഴുതാനായിട്ട് പഠിച്ചാൽ മാത്രം മതി. റൺ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമൊന്നും നിങ്ങളുടെ സിലബസിൽ പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് പ്രോഗ്രാം റൺ ചെയ്ത് എല്ലാം ഔട്ട്പുട്ട് എടുക്കുന്നത്. ഇനി നമുക്ക് ഈ പ്രോഗ്രാമിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ അതിൻ്റെ പ്രോഗ്രാം എഴുതണമെങ്കിൽ ആ സംഭവത്തിൻ്റെ ലോജിക്ക് നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രോഗ്രാം എഴുതാൻ അറിഞ്ഞിരിക്കണം എന്നല്ല, അത് രണ്ടാമതേ വരുന്നുള്ളൂ. പ്രൈമറി ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആ പ്രോഗ്രാമിൻ്റെ ലോജിക്ക് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് എന്തൊക്കെ ഇൻപുട്ട് വാല്യൂസ് വേണം, എങ്ങനെ ഇൻപുട്ട് വാല്യൂസൊക്കെ അക്സെപ്റ്റ് ചെയ്യണം, എന്നിട്ട് ആ ഇൻപുട്ട് വാല്യൂസ് ആ ഡാറ്റ ഉപയോഗിച്ച് എന്ത് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യണം, ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് എങ്ങനെ ഔട്ട്പുട്ട് എടുക്കണം, എന്ത് മെത്തേഡ് ഫോളോ ചെയ്യണം, ആ ഔട്ട്പുട്ട് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു കറക്റ്റ് ലോജിക്ക് ഒരു ഐഡിയ നമുക്കുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ പ്രോഗ്രാം എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ 2 നമ്പേഴ്സിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഇത് നമുക്ക് മാനുവലി നമുക്ക് 2 നമ്പേഴ്സിൻ്റെ സമ്മ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പറ്റുമോ? 2 നമ്പേഴ്സിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാൻ മാനുവലി നമുക്ക് പറ്റും. അപ്പോൾ അതായത് നമുക്ക് ലോജിക്ക് അറിയാം. അങ്ങനെ ലോജിക്ക് അറിയാമെങ്കിൽ മാത്രമേ ആ സംഭവത്തിൻ്റെ പ്രോഗ്രാം നമുക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം ഒരു ഇയർ തന്നിട്ട്, ഒരു വർഷം തന്നിട്ട് അത് ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണമെന്ന് പറയും. അപ്പോൾ അത് ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ആദ്യം അത് മാനുവലി ചെക്ക് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു ഇയർ കിട്ടി നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെയാണ് ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നത്. ആ ഇയറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ ഉണ്ടോ ഇല്ലയോ നോക്കിയാൽ മതി. അപ്പോൾ അതാണ് അതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. ആ ലോജിക്ക് അറിയാമെങ്കിൽ മാത്രമേ പ്രോഗ്രാം എഴുതാനും സാധിക്കുകയുള്ളൂ. ലോജിക്കും അറിയത്തില്ല എങ്കിൽ പ്രോഗ്രാം എഴുതാനേ സാധിക്കത്തില്ല. എത്ര നല്ലോണം പ്രോഗ്രാമിംഗ് അറിയാമെന്ന് പറഞ്ഞാലും ആ പ്രോഗ്രാമിൻ്റെ ലോജിക്ക് അറിയാൻ പാടില്ല എങ്കിൽ, എങ്ങനെ ഒരു സൊല്യൂഷനിൽ എത്താം എന്ന ലോജിക്ക് അറിയാൻ പാടില്ല എങ്കിൽ നിങ്ങൾക്ക് ആ പ്രോഗ്രാം എഴുതാനേ സാധിക്കത്തില്ല. ആ കാര്യം ഓർക്കുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ
രണ്ട് നമ്പേഴ്സ് സം ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതിന് ലോജിക്ക് കൂടുതൽ വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് തന്നെ അറിയാം, രണ്ട് നമ്പേഴ്സ് സം ചെയ്ത് റിസൾട്ട് എടുക്കാൻ നമുക്കറിയാമല്ലോ. അതിൻ്റെ അൽഗോരിതമാണ് ഞാൻ ഇവിടെ ഈ 3 സ്റ്റെപ്പിൽ കൊടുത്തിരിക്കുന്നത്. ഈ അൽഗോരിതം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നമ്മൾ സ്കൂളിൽ പഠിച്ചതായിരിക്കും. ഞാൻ ഈ 3 ലൈനിലായിട്ട് അൽഗോരിതം ഞാനിവിടെ കാണിച്ചു. ആദ്യം 2 നമ്പേഴ്സ് ഇൻപുട്ട് സ്വീകരിക്കുക, എന്നിട്ട് ആ 2 നമ്പേഴ്സിനെ സം ചെയ്തെടുക്കുക, എന്നിട്ട് ആ സം എന്ന് പറയുന്ന ആ സംഭവത്തിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. ഇതാണ് അൽഗോരിതം എന്ന് പറയുന്നത്. ഇത് നമ്മൾ സെപ്പറേറ്റ് എഴുതി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇതിപ്പം വളരെ സിമ്പിളായിട്ടുള്ള പ്രോഗ്രാമാണ്. നമുക്കറിയാം ഈ അൽഗോരിതം എഴുതി അതിൻ്റെ ബേസ് ചെയ്ത് ഈ കോഡ് എഴുതി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് സംഭവം അറിയാം, എന്താണ് ലോജിക്ക് എന്നറിയാം. പക്ഷേ ഞാൻ ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വളരെ വലിയ പ്രോഗ്രാമൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അൽഗോരിതം എഴുതി അതിനെ പ്രോഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ നമ്മൾ അത്രത്തോളം വലിയ പ്രോഗ്രാം ഒന്നും പഠിക്കുന്നില്ല എന്ന് തന്നെ പറയാം. നമുക്ക് അൽഗോരിതം ഇല്ലാതെ ഡയറക്റ്റ് പ്രോഗ്രാം എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും ലോജിക്ക് അറിഞ്ഞിരിക്കണം. അതായത് ആ പ്രോഗ്രാം എങ്ങനെയാണ് സൊല്യൂഷൻ കണ്ടെത്തുന്നത്, അതിൻ്റെ അൽഗോരിതം എഴുതാൻ അറിഞ്ഞിരിക്കണം. അൽഗോരിതം എഴുതണം എന്നും പറയുന്നില്ല, പക്ഷേ അൽഗോരിതം എഴുതാൻ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ലോജിക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ പ്രോഗ്രാം എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു 5 സെക്കൻഡ്സ് പ്ലീസ് വെയിറ്റ്. ഓക്കെ, സോറി. അപ്പം ഇതാണ് ലോജിക് ആൽഗോരിതം നമുക്കറിയാം. അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ ഇനി പ്രോഗ്രാം എഴുതാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് പ്രോഗ്രാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ലൈൻ ബൈ ലൈനായിട്ട് ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. ഓരോ ലൈനും എന്താണ്, അതിൻ്റെ പർപ്പസ് എന്താണ്, അതിൻ്റെ കാര്യങ്ങൾ എന്താണ് എന്ന് ആദ്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് കാര്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് പോലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഹാഷ് ഇൻക്ലൂഡ് വിത്തിൻ ആംഗിൾ ബ്രാക്കറ്റ്സ് IO സ്ട്രീം എന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഹാഷ് ഇൻക്ലൂഡ് വിത്തിൻ ആംഗിൾ ബ്രാക്കറ്റ്സ്, അത് ലെസ് ദാൻ സിമ്പിൾ ഗ്രേറ്റർ ദാൻ സിമ്പിൾ, അതിനെ ആംഗിൾ ബ്രാക്കറ്റ്സ് എന്ന് പറയാം. വിത്തിൻ ആംഗിൾ ബ്രാക്കറ്റ്സ് IO സ്ട്രീം ആണ് നമ്മൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഏത് C++ പ്രോഗ്രാമും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലായിരിക്കും. C++ പ്രോഗ്രാമിൻ്റെ ഏതെങ്കിലും ഒരു ക്ലാസ്സിലെങ്കിലും ഇരുന്നിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവൻ രാത്രി കിടന്നുറങ്ങി അവനെ വിളിച്ചുണർത്തിയിട്ട് ഒരു C++ പ്രോഗ്രാം എഴുതാൻ പറഞ്ഞാൽ അവൻ ആദ്യം എഴുതി വയ്ക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇതായിരിക്കും. ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം എന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും അവൻ ആദ്യം എഴുതി വയ്ക്കുന്നത്. കാരണം അത്ര ബേസായിട്ടുള്ള ഏത് പ്രോഗ്രാമിനും, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ ഏത് പ്രോഗ്രാമിലും ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം എന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം കമ്പൾസറി ആയിട്ട് നിർബന്ധമായിട്ട് എല്ലാ പ്രോഗ്രാമിലും ആദ്യം നിങ്ങൾ എഴുതി തുടങ്ങേണ്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ചില ടെക്സ്റ്റ് ബുക്കിൽ IO സ്ട്രീം എന്നായിരിക്കത്തില്ല, ചിലപ്പം IO സ്ട്രീം .h എന്നൊക്കെ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. രണ്ടും സെയിം തന്നെയാണ്. ഈ പുതിയ സ്റ്റൈലിൽ പ്രകാരം ഈ .h എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് പുതിയ സ്റ്റൈൽ. അപ്പോൾ പഴയ ബുക്കിലൊക്കെ ആയിരിക്കും .h എന്നൊക്കെ കൊടുത്തിട്ടുള്ളത്. പുതിയ ബുക്സിലെല്ലാം IO സ്ട്രീം എന്നേ കൊടുത്തിരിക്കത്തുള്ളൂ. ഈ IO സ്ട്രീം എന്ന് പറഞ്ഞാൽ സംഭവം ഒരു ഹെഡർ ഫയലാണ്. IO എന്ന് പറയുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീം, അതാണ് IO സ്ട്രീം എന്നതിൻ്റെ ഫുൾ ഫോം, ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീം. സംഭവം എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കീവേഡ്സ് ഉണ്ടായിരിക്കും. ആ കീവേഡ്സിൻ്റെ ഒരു ഡാറ്റാബേസ് ആണ് ഈ IO സ്ട്രീം എന്ന് പറയുന്ന ഹെഡർ ഫയൽ. ആ IO സ്ട്രീം എന്ന ഹെഡർ ഫയലിനെ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് എഴുതുന്നത്. അതാണ് ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം എന്ന് പറയുന്നത്. IO സ്ട്രീം എന്ന് പറയുന്ന ഹെഡർ ഫയലിനെ ഈ പ്രോഗ്രാമിലോട്ട് ആഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്, ഈ പ്രോഗ്രാമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ ഏറ്റവും ആദ്യം എഴുതിയത്. അതാണ് ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം എന്നത്. ഇതൊരു ഹെഡർ ഫയലാണ്, ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ഹെഡർ ഫയലാണ്. ഹെഡർ ഫയൽ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് കീവേഡ്സിൻ്റെ ഒരു ഡാറ്റാബേസ് ആണെന്ന് പറയാം. ഈ കീവേഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും, അതിപ്പോൾ C ആയിരുന്നാലും C++ ആയിരുന്നാലും Java ആയിരുന്നാലും എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലും കുറച്ച് റിസർവ്ഡ് വേർഡ്സ് ഉണ്ട്. അതായത് ഒരു കൈൻഡ് ഓഫ് കീവേഡ്, അതിനാണ് റിസർവ്ഡ് വേർഡ് എന്ന് പറയുന്നത്. ആ കീവേഡ് എന്ന് പറഞ്ഞാൽ അതിനൊരു പർട്ടിക്കുലർ മീനിങ് ഉണ്ട് ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ. ഇവിടെ ഇൻഡ് എന്ന് പറയുന്ന ഒരു വേർഡുണ്ട്, ആ വേർഡിന് ഒരു പ്രത്യേക മീനിങ് ഉള്ളതാണ്. അതുപോലെ തന്നെ C ഔട്ട് എന്ന് പറയുന്ന വേർഡ്, C ഇൻ എന്ന് പറയുന്ന വേർഡ്, റിട്ടേൺ എന്ന് പറയുന്ന വേർഡ്, ഈ മെയിൻ എന്ന് പറയുന്ന വേർഡ്, ഇതിനെല്ലാം സത്യം പറഞ്ഞാൽ ഒരു സ്പെസിഫിക് മീനിങ് ഉള്ള വേർഡ്സാണ്
ഇൻറ്റ്, സി ഔട്ട്, സി ഇൻ എന്നൊക്കെ പറയുന്നത്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടമുള്ള മീനിങ് ഒന്നും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കത്തില്ല. അത് ലാംഗ്വേജ് സ്പെസിഫൈ ചെയ്തിട്ടുള്ള, ലാംഗ്വേജ് തന്നെ ഡിറ്റർമൈൻ ചെയ്തിട്ടുള്ള മീനിങ് ഇതിനുണ്ട്. അപ്പം അങ്ങനത്തെ വേർഡ്സിന് റിസർവ്ഡ് വേർഡ്സ് എന്ന് പറയും. ടെക്നിക്കലി അതിന് കീ വേർഡ്സ് എന്നാണ് പറയുന്നത്. അങ്ങനെ സെറ്റ് ഓഫ് കീ വേർഡ്സിൻ്റെ ഒരു ഡാറ്റാ ബേസാണ് ഈ ഹെഡർ ഫയൽ എന്ന് പറയുന്നത്. ഈ ഹെഡർ ഫയൽ IO സ്ട്രീം എന്ന് പറഞ്ഞാൽ ഈ സി ഔട്ട്, സി ഇൻ എന്നീ കീവേഡ്സ് ഉള്ള അതിൻ്റെ ഒരു ഡാറ്റാ ബേസാണ് ഈ IO സ്ട്രീം എന്ന് പറയുന്ന ഹെഡർ ഫയൽ. അതുപോലത്തെ വേറെയും ഹെഡർ ഫയൽസ് ഒരുപാടുണ്ട്. പക്ഷേ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി, നമ്മുടെ ഈ കോഴ്സ്, ഈ സബ്ജക്റ്റ് പഠിക്കാനായിട്ട് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഇത് പഠിക്കേണ്ട ഒരു 6-7 ഹെഡർ ഫയൽസ്, 6-7 എണ്ണം തന്നെ ഇല്ല, ഒരു 3-4 ഹെഡർ ഫയൽസ് നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരും. ആ ഹെഡർ ഫയൽസിൽ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും കീവേഡ്സ് നമ്മൾ പ്രോഗ്രാംസിൽ യൂസ് ചെയ്യുന്നുവെങ്കിൽ ആ പർട്ടിക്കുലർ ഹെഡർ ഫയൽസും കൂടെ നമ്മളിവിടെ മെൻഷൻ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനത്തെ ഹെഡർ ഫയൽസിന് എക്സാമ്പിളാണ് ഈ സി മാറ്റ്, സി സ്ട്രിങ് എന്നീ പറയുന്ന ഹെഡർ ഫയൽസ്. ഈ സി മാറ്റിലും സി സ്ട്രിങ്ങിലും ഒക്കെ ഉള്ള കീവേഡ്സ് നമ്മൾ ഈ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നുവെങ്കിൽ ഈ ഹെഡർ ഫയൽസും കൂടെ നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്യേണ്ടതായിട്ട് വരും. അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് #include എന്ന് കൊടുത്തിട്ട് ഈ സി മാത്ത് എന്ന് മെൻഷൻ ചെയ്യണം. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് #include കൊടുത്ത് സി സ്ട്രിങ് എന്ന് മെൻഷൻ ചെയ്യണം. അങ്ങനെ ഓരോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഓരോ ഹെഡർ ഫയൽസിനെ നമ്മൾ ഈ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ ഇപ്പോൾ സി മാത്തിലും സി സ്ട്രിങ്ങിലുള്ള കീവേഡ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാത്തത്. IO സ്ട്രീം എന്നുള്ളത് നമ്മൾ നിർബന്ധമായും ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ഹെഡർ ഫയലാണ്. അത് എന്തായാലും മസ്റ്റായിട്ടും ഇൻക്ലൂഡ് ചെയ്യണം. ഈ സി മാത്ത് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് വരുന്ന ഒരു ഹെഡർ ഫയലാണ് സി മാത്ത് എന്ന് പറയുന്നത്. അതായത് ഇപ്പം SQRT എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. SQRT 2 ബ്രാക്കറ്റ്. ഈ 2 ബ്രാക്കറ്റിൻ്റെ അകത്ത് എന്തെങ്കിലും വാല്യൂ കൊടുത്താൽ, ഇപ്പം 9 എന്ന വാല്യൂ ആണ് ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്താൽ അതിൻ്റെ ആൻസർ 3 എന്ന് കിട്ടും. കാരണം 9ൻ്റെ സ്ക്വയർ റൂട്ടാണ് 3. അതുപോലെ തന്നെ SQRT എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൻ്റെ അകത്ത് 16 എന്ന് മെൻഷൻ ചെയ്ത് ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്താൽ നമുക്ക് 4 എന്നൊരു ഔട്ട്പുട്ട് കിട്ടും. അപ്പം SQRT എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്, അതൊരു കീവേഡാണ്. അപ്പം ഈ SQRT എന്ന് എഴുതിയാൽ അതിനൊരു പ്രത്യേക മീനിങ് ഉണ്ട്. സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക എന്നതാണല്ലോ അതിൻ്റെ മീനിങ്. അപ്പോൾ അങ്ങനത്തെ മീനിങ് എന്താണ്, ഈ വേർഡ് റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ, SQRT എന്ന വേർഡ് റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ ഈ സി മാത്ത് എന്ന ഹെഡർ ഫയലും കൂടെ ആഡ് ചെയ്യണം. സി മാത്ത് എന്ന ഹെഡർ ഫയൽ ആഡ് ചെയ്താൽ മാത്രമേ SQRT എന്ന് എഴുതി 2 ബ്രാക്കറ്റിൻ്റെ അകത്ത് നമ്മളൊരു ഡിജിറ്റ് സ്പെസിഫൈ ചെയ്താൽ സ്ക്വയർ റൂട്ട് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ എറർ എന്ന് കാണിക്കും. SQRT എന്താണെന്ന് റെക്കഗ്നൈസ് ചെയ്തില്ല എന്നൊരു എറർ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ പർട്ടിക്കുലർ കീവേഡ്, ഇങ്ങനെ സി മാത്തിൻ്റെ അകത്ത് പിന്നെയും ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. ഇപ്പം ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്, സൈന്, കോസ്, ടാനിൻ്റെ എല്ലാം വാല്യൂ കിട്ടാനായിട്ടുള്ള ഫംഗ്ഷൻസ്, അതുപോലെ തന്നെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ, ക്യൂബ് കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ, ഒരു 10 ടൈംസ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഒരു ഫംഗ്ഷൻ, അങ്ങനത്തെ ഒരുപാട് ഫംഗ്ഷൻസ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഹെഡർ ഫയലാണ് സി മാത്ത് എന്നുള്ളത്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും സി മാത്ത് എന്ന ഹെഡർ ഫയലിനെ പറ്റി, ആ ഫംഗ്ഷൻസിനെ പറ്റി. അപ്പം അങ്ങനത്തെ ഫംഗ്ഷൻസ് എല്ലാം ഈ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നുവെങ്കിൽ അത് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി സി മാത്ത് എന്ന ഹെഡർ ഫയലും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ പ്രോഗ്രാമിൽ എന്തൊക്കെ കീവേഡ് യൂസ് ചെയ്യുന്നു ആ കീവേഡ് വരുന്ന ഹെഡർ ഫയൽസും കൂടെ നമ്മൾ ഈ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പം വളരെ സിമ്പിളായിട്ടുള്ള പ്രോഗ്രാമാണ്, അതുകൊണ്ട് നമ്മൾ IO സ്ട്രീം എന്ന് പറയുന്ന ഹെഡർ ഫയൽ മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. അതിലുള്ള കീവേഡ്സ് മാത്രമേ നമ്മൾ ഈ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നുള്ളൂ. ഈ IO സ്ട്രീം എന്നുള്ളത് വളരെ നിർബന്ധമായും ഇൻക്ലൂഡ് ചെയ്യേണ്ട ഏറ്റവും ആദ്യം ഒരു C++ പ്രോഗ്രാം എഴുതാൻ പറഞ്ഞാൽ ഏറ്റവും ആദ്യം എഴുതുന്ന കമ്പൾസറി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് #include വിത്തിൻ ആംഗിൾ ബ്രാക്കറ്റ്സ് IO സ്ട്രീം എന്നത്. അത് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് യൂസിങ് നെയിം സ്പേസ് STD, അത് സ്റ്റാൻഡേർഡ് എന്ന് പറയാം. യൂസിങ് നെയിം സ്പേസ് സ്റ്റാൻഡേർഡ് എന്ന് എഴുതി STD എന്ന് എഴുതി ഒരു സെമി കോളനും കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു കോൺഫിഗറേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പറയാം, ഒരു കോൺഫിഗറേഷൻ സെറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പറയാം. ഈ STD എന്ന് പറഞ്ഞാൽ C++ സ്റ്റാൻഡേർഡ് ലൈബ്രറിയാണ് ഈ STD എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സംഭവം യൂസിങ് നെയിം സ്പേസ് സ്റ്റാൻഡേർഡ് ഇത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുമേ മനസ്സിലാകത്തില്ല. നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം, ഇത് ഈ യൂസിങ് നെയിം സ്പേസ് സ്റ്റാൻഡേർഡ് എന്നുള്ളത് ആക്ച്വലി പുതിയൊരു സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. നിങ്ങൾ ഏത് പ്രോഗ്രാം എഴുതിയാലും ഈ ഹെഡർ ഫയൽ മെൻഷൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റായിട്ട് നിങ്ങൾ നിർബന്ധമായും എഴുതേണ്ട സ്റ്റേറ്റ്മെൻറ്റാണ് ഈ യൂസിങ് നെയിം സ്പേസ് സ്റ്റാൻഡേർഡ്. ഈ ഒരു ഞാൻ ഇങ്ങനെ മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. ബാക്കി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പോർഷൻ പഠിക്കുമ്പോൾ ഞാൻ എന്താണ് ഈ നെയിം സ്പേസ് എന്നും എന്തിനാണ് ഇത് യൂസിങ് നെയിം സ്പേസ് സ്റ്റാൻഡേർഡ് എന്ന് മെൻഷൻ ചെയ്യുന്നതെന്നും ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പോഴേ പറഞ്ഞാൽ നിങ്ങൾക്കൊന്നുമേ മനസ്സിലാകത്തില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം, ഈ #include എന്ന് എഴുതി ഹെഡർ ഫയൽസ് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എഴുതേണ്ട നിർബന്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് യൂസിങ് നെയിം സ്പേസ് സ്റ്റാൻഡേർഡ് എന്ന സംഭവം. ഇവിടെ സെമി കോളനും കൂടെ ഇട്ട് കൊടുക്കാൻ മറക്കരുത്.
അപ്പോൾ അതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, യൂസിങ് നെയിം സ്പേസ് സ്റ്റാൻഡേർഡ്. ഇത് കമ്പൾസറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. എല്ലാ C++ പ്രോഗ്രാംസിലും നമ്മൾ നിർബന്ധമായും ആഡ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റാണ് ഈ യൂസിങ് നെയിം സ്പേസ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷണലാണ്. ഇത് വെറുതെ ഷോയ്ക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതായത് വെറുതെ ഷോ ഓഫിന് വേണ്ടി കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല എങ്കിലും ഈ പ്രോഗ്രാം റൺ ചെയ്തോളും. വെറുതെ ഷോയ്ക്ക് കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് കണ്ടല്ലോ, ഇവിടെ ഈ ഫോർവേഡ് സ്ലാഷ് 2 സ്ലാഷ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടാണ് പിന്നെ ബാക്കി ഡിസ്ക്രിപ്ഷൻ C++ പ്രോഗ്രാം ടു ഫൈൻഡ് ദി സം ഓഫ് 2 നമ്പേഴ്സ് എന്നിവിടെ എഴുതിയിരിക്കുന്നത്. സംഭവം എന്തെന്ന് വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും കമൻറ്റ്സ് ഈ പ്രോഗ്രാമിൽ എഴുതണമെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ, എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇവിടെ ഈ കൊടുത്തിട്ടുള്ളത്. ഇവിടെ 2 സ്ലാഷ് ഇട്ട്, അതായത് ഇത് ഫോർവേഡ് സ്ലാഷാണ്, 2 സ്ലാഷ് ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് എഴുതിയാലും ആ കമ്പൈലർ അത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അതായത് കമ്പ്യൂട്ടർ അത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. എന്ത് വേണോ നമുക്ക് ഈ ഡബിൾ സ്ലാഷ് ഇട്ടിട്ട് എന്ത് വേണോ നമുക്കിവിടെ എഴുതാം. ആ ലൈൻ, ആ പർട്ടിക്കുലർ ലൈൻ ഫുള്ള് അത് എക്സിക്യൂട്ട് ചെയ്യത്തേയില്ല. ഇങ്ങനെ 2 ഡബിൾ സ്ലാഷ് സിമ്പിൾ കണ്ട്, ഇങ്ങനെ 2 സ്ലാഷിൻ്റെ സിമ്പിൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ വെച്ച് ആ എക്സിക്യൂഷൻ നിർത്തിയിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും കമ്പൈലർ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ ഒരു ലൈൻ പിന്നെ ഈ ബാക്കിയുള്ള ഈ 2 സ്ലാഷ് കഴിഞ്ഞിട്ടുള്ള ബാക്കി എന്ത് എഴുതിയാലും ആ കമ്പൈലർ അത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അത് ഫുള്ളി അങ്ങ് സ്കിപ്പ് ചെയ്യും. ഇത് ഉപയോഗിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ പ്രോഗ്രാം വായിക്കുന്ന ആൾക്ക്, അതായത് ഹ്യൂമൺ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമ്മളാണല്ലോ ഈ പ്രോഗ്രാം വായിക്കുന്നത്. നമ്മൾ വായിക്കുന്ന ആ ഹ്യൂമൻസിന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു കമൻറ്റ്സ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്നത്. സപ്പോസ് ഇപ്പോൾ ഈ പ്രോഗ്രാം എഴുതുന്നത് ഒരാളാണ്. വേറൊരാൾ ഈ പ്രോഗ്രാം എടുത്ത് നോക്കി അയാൾക്ക് എന്തെങ്കിലും ഈ ഓരോ സെക്ഷൻ എന്താണെന്ന് മനസ്സിലാവണം, ഇന്ന സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവണം. എങ്ങനെ മനസ്സിലാക്കാനായിട്ട് എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ അതിൽ മെൻഷൻ ചെയ്യാം. ഈ പ്രോഗ്രാം എഴുതുന്ന ആൾക്ക് തന്നെ എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ ആ പ്രോഗ്രാമിൽ മെൻഷൻ ചെയ്യാം. അതിന് വേണ്ടിയുള്ള ഒരു പ്രൊവിഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിനെ കമൻറ്റ്സ് എന്നോ ഡിസ്ക്രിപ്ഷനോ എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഈ 2 സ്ലാഷ് ഇട്ടിട്ട് എന്ത് എഴുതിയാലും കമ്പൈലർ അത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഈ എഴുതുന്നത് ആക്ച്വലി നമ്മൾ ഹ്യൂമൻസിന് വായിക്കാൻ വേണ്ടിയാണ്. അപ്പം 2 സ്ലാഷ് ഇട്ട് കഴിഞ്ഞ് പിന്നെ ആ ലൈനിൽ എന്ത് എഴുതിയാലും പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഇത് നമുക്ക് വേണമെങ്കിൽ എവിടെ വേണോ എഴുതാനായിട്ട് സാധിക്കും. എവിടെ വേണമെന്ന് വെച്ചാൽ, നമുക്ക് വേണമെങ്കിൽ ഹെഡ് ഓഫ് ഫയൽസിനേക്കാളും മുമ്പിൽ വേണമെങ്കിൽ, അതിനേക്കാളും മുകളിൽ വേണമെങ്കിലും 2 സ്ലാഷ് ഇട്ടിട്ട് എഴുതിയാൽ ആ ലൈൻ പിന്നെ എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ആ എഴുതിയിരിക്കുന്ന ലൈൻ അത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഈ ഹെഡ് ഓഫ് ഫയൽ കഴിഞ്ഞിട്ട് ഈ IO stream എന്ന് എഴുതി ഈ ആംഗിൾ ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഡബിൾ സ്ലാഷ് ഇട്ടിട്ട് എന്ത് എഴുതിയാലും ആ ലൈൻ പിന്നെ അങ്ങ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വേണമെങ്കിലും എഴുതാം. ഈ ഇൻഡ് മെയിൻ കഴിഞ്ഞ് 2 ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് 2 സ്ലാഷ് ഇട്ടിട്ട് എന്ത് എഴുതിയാലും ആ എഴുതുന്നത് അത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഇവിടെ ഡബിൾ സ്ലാഷ് ഇട്ടിട്ട് എന്ത് വേണോ എഴുതാം, അത് പിന്നെ എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ആ ലൈൻ പിന്നെ എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ഇവിടെ ഈ ക്ലോസിംഗ് ബ്രാക്കറ്റ്സ് കഴിഞ്ഞിട്ട് 2 സ്ലാഷ് ഇട്ടിട്ട് എന്ത് വേണോ എഴുതാം, അതും എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അപ്പോൾ 2 സ്ലാഷ് എവിടെ വരുന്നോ അതിന് ശേഷമുള്ളത് കമ്പൈലർ എക്സിക്യൂട്ട് ചെയ്യത്തേയില്ല. ആ ലൈൻ ഫുള്ളി അങ്ങ് സ്കിപ്പ് ചെയ്യും. ഇത് കൊടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഇൻഫർമേഷൻ ഈ പ്രോഗ്രാം വായിക്കുന്ന ആൾക്ക് മനസ്സിലാവാനായിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കണമെങ്കിൽ, എന്തെങ്കിലും കമൻറ്റ്സ് എഴുതണമെങ്കിലാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. ഞാൻ ഇവിടെ ഇത് ഇൻക്ലൂഡ് ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ എക്സാമിന് പ്രോഗ്രാം എഴുതാൻ പറയും, പ്രോഗ്രാം എഴുതുന്നു. അപ്പോൾ എഴുതി അത് വാല്യൂ ചെയ്യുന്ന ടീച്ചർ കാണുമ്പോൾ, ഈ ഒരു ഡിസ്ക്രിപ്ഷൻ, ഈ ഒരു കമൻറ്റ് ടീച്ചർ കാണുമ്പോൾ അവരൊന്ന് ഇമ്പ്രസ്ഡ് ആവാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനത്തെ ഷോ ഓഫ് പരിപാടി ചെയ്യുന്നത്. അല്ലാതെ വേറെ ഒരു മീനിങ്ങും ഒരു പർപ്പസും ഇതിനില്ല. കാരണം അത് നോക്കും, മേ ബി ഒരു 10 മാർക്സിനായിരിക്കും പ്രോഗ്രാം ചോദിക്കുന്നത്. നമ്മൾ എഴുതി മേ ബി ആ ടീച്ചർ 10 മാർക്സിന് പ്രോഗ്രാം കറക്റ്റാണെങ്കിൽ പോലും ഒരു പക്ഷേ 8 മാർക്കേ തരത്തുള്ളൂ. ആ ടീച്ചർ ചിലപ്പോൾ ഇങ്ങനത്തെ ഇങ്ങനത്തെ വേറെയും സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനത്തെ അഡീഷണൽ ആയിട്ട് ഷോ ഓഫിന് വേണ്ടിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടാൽ മേ ബി 8 മാർക്കിന് പകരം ചിലപ്പോൾ 9 മാർക്ക് തന്നിരിക്കും. അങ്ങനെ ആ ഫാക്കൽറ്റി ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ സത്യം പറഞ്ഞ ഇങ്ങനെ ഒരു കമൻറ്റ് പോലെ, ഡിസ്ക്രിപ്ഷൻ പോലെ ഞാനിവിടെ വെറുതെ എഴുതിയത്. C++ പ്രോഗ്രാം ടു ഫൈൻഡ് ദ സം ഓഫ് 2 നമ്പേഴ്സ് എന്ന് ചുമ്മാ ഡിസ്ക്രിപ്ഷനായിട്ട് ഞാനിവിടെ എഴുതിയത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയില്ല എങ്കിലും പ്രോഗ്രാം റൺ ചെയ്യും, യാതൊരു കുഴപ്പമില്ല. ഇത് വെറുതെ ഷോ ഓഫിന് വേണ്ടി എഴുതിയത് തന്നെയാണ്. സംഭവം എന്തെന്ന് വെച്ചാൽ, പേപ്പർ വാല്യൂ ചെയ്യുന്ന ആ ഫാക്കൽറ്റി ഒന്ന് ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടി ആണ് ഈ സംഭവം എഴുതിക്കുന്നത്. അപ്പം നിങ്ങളും എക്സാമിന് ആൻസർ എഴുതുമ്പോൾ ഇങ്ങനത്തെ പരിപാടികൾ ചെയ്തു വയ്ക്കുക. എല്ലാ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വെച്ച് കൂടുതൽ കിട്ടും എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും എങ്ങാനും ചില ഫാക്കൽറ്റീസ് ഇങ്ങനത്തെ അഡീഷണൽ ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ചിലപ്പം 1 മാർക്ക് വല്ലതും കൂടുതൽ എക്സ്ട്രാ തന്നു എന്ന് ഇരിക്കും. അപ്പം അതിനു വേണ്ടി, ഒരു ഷോ ഓഫിന് വേണ്ടി ആണ് നമ്മൾ ഈ ഒരു സംഭവം ഇവിടെ എഴുതിയത്. അപ്പം
ഇതിൻ്റെ ലോജിക്ക് എന്തെന്ന് വെച്ചാൽ രണ്ട് സ്ലാഷ് ഇട്ടിട്ട് എന്ത് എഴുതിയാലും അത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അതെന്തെങ്കിലും ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയോ നമ്മൾ വായിക്കുന്ന ഈ പ്രോഗ്രാം വായിക്കുന്ന ആ ഹ്യൂമൺ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവാൻ വേണ്ടി എന്തെങ്കിലും കമൻറ്റ്സ് എഴുതാൻ വേണ്ടി ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ തന്നിട്ടുള്ള ഒരു പ്രൊവിഷനാണ് ഈ സംഭവം എന്ന് പറഞ്ഞാൽ. അപ്പം രണ്ട് സ്ലാഷ് ഇട്ടിട്ട് എന്ത് എഴുതിയാലും അത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. വേറെ ഒരു മെത്തേഡും കൂടെ ഉണ്ട് ഇങ്ങനെ ചെയ്യാനായിട്ട്. അത് നമുക്ക് ഞാൻ വേറെ ഒരു പ്രോഗ്രാമിൽ പറഞ്ഞുതരാം. അപ്പം ഇതിലിപ്പം രണ്ട് സ്ലാഷ് ഇട്ടാൽ ആ പർട്ടിക്കുലർ ലൈൻ പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റ് മെയിൻ എന്ന് എഴുതി രണ്ട് ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഈ ഇൻറ്റ് ഈ സംഭവം എന്തെന്ന് വെച്ചാൽ അതൊരു ഫംഗ്ഷനാണ്. ഈ ഇൻറ്റ് മെയിൻ രണ്ട് ബ്രാക്കറ്റ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ് സിമ്പിൾ ബ്രാക്കറ്റ്സ്, ഇത് സംഭവം ഒരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ്റെ പേരാണ് മെയിൻ എന്നുള്ളത്. അതിന് മെയിൻ ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. എല്ലാ C++ പ്രോഗ്രാമിലും മെയിൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കമ്പൾസറിയാണ്. അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റ് കമ്പൾസറിയാണ് എന്നർത്ഥം. ഏത് C++ പ്രോഗ്രാം, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഏത് C++ പ്രോഗ്രാം എടുത്ത് നോക്കിയാലും ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെൻറ്റ് അത് ഉണ്ടായിരിക്കും. അത് കമ്പൾസറി ആയിട്ട് കൊടുത്തിരിക്കും. നമ്മൾ ഈ ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം എന്ന് പറയും പോലെ, യൂസിങ് നെയിം സ്പേസ് സ്റ്റാൻഡേർഡ് എന്ന് പറയും പോലെ കമ്പൾസറി ആയിട്ട് ഒരു C++ പ്രോഗ്രാമിൽ എഴുതേണ്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇൻറ്റ് മെയിൻ എന്ന് എഴുതി രണ്ട് ബ്രാക്കറ്റ് ഇടുന്നത്. അതിനെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയും. എന്താണ് ഫംഗ്ഷൻ എന്ന് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഫംഗ്ഷൻ എന്ന ടോപ്പിക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മുടെ സെക്കൻഡ് മോഡ്യൂളിലെ അവസാനത്തെ ടോപ്പിക്കായിട്ടാണ് ഈ ഫംഗ്ഷൻസ് വരുന്നത്. ആ സമയത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് ഫംഗ്ഷൻ എന്ന് പറയാം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഇൻറ്റ് മെയിൻ എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു സംഭവം, ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ അതൊരു ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ്റെ പേരാണ് മെയിൻ എന്ന് പറയുന്നത്. ഈ ഇൻറ്റ് മെയിൻ എന്ന് എഴുതി രണ്ട് ബ്രാക്കറ്റ് സിമ്പിൾ ബ്രാക്കറ്റ്സ് ഇട്ടിട്ട് ഇവിടെ കേർലി ബ്രാക്കറ്റ് ഇട്ട് ഓപ്പൺ ചെയ്യും. ഈ കേർലി ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് എന്നിട്ടായിരിക്കും നമ്മുടെ മെയിൻ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം എഴുതുന്നത്. എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും എഴുതി കഴിഞ്ഞിട്ട് ആ കേർലി ബ്രാക്കറ്റിൻ്റെ ഷേപ്പ് നിങ്ങൾ കണ്ടല്ലോ. ഇത് കേർലി ബ്രാക്കറ്റ് എന്ന് പറയും. ടെക്നിക്കലി അത് ബ്രേസസ് ആണ്. നമ്മൾ ഈ ഓരോ സിമ്പിൾ, നമ്മൾ ഈ C++ ഉപയോഗിക്കുന്ന എല്ലാ സിമ്പിളിൻ്റെ പേരെല്ലാം നമ്മളൊരു വീഡിയോയിൽ പഠിക്കും. അപ്പോൾ ഇതിനെ ബ്രേസസ് എന്നാണ് പറയുന്നത്. നമ്മൾ കേർലി ബ്രാക്കറ്റ് എന്ന് പറയുന്നു. ഈ കേർലി ബ്രാക്കറ്റ് നമ്മുടെ കമ്പൈലറിലാണെങ്കിൽ, ഓൺലൈൻ കമ്പൈലറിലോ അല്ലെങ്കിൽ കോഡ് ബ്ലോക്സിലോ ആണെങ്കിൽ ഈ കേർലി ബ്രാക്കറ്റ് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുമ്പോൾ തന്നെ ഈ ക്ലോസിംഗ് ആയിട്ടുള്ള കേർലി ബ്രാക്കറ്റും കൂടെ അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും. കാരണം ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ നിർബന്ധമായും ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുകയും ചെയ്യണം, അല്ലെങ്കിൽ എറർ കാണിക്കും. അപ്പോൾ ഇവിടെ ഇൻറ്റ് മെയിൻ എന്ന് എഴുതി ഓപ്പണിംഗ് ബ്രാക്കറ്റ് എഴുതി എന്നിട്ടായിരിക്കും നമ്മൾ ആവശ്യമുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം എഴുതുന്നത്. എന്നിട്ട് അതിനെ ക്ലോസ് ചെയ്യുകയും കൂടെ വേണം. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഈ ഇൻറ്റ് മെയിൻ എന്ന് എഴുതി ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് വരുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് മെയിൻ ഫംഗ്ഷനിലെ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കാം ഈ ഫംഗ്ഷനെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ചില ടെക്സ്റ്റ് ബുക്കിൽ ഇൻറ്റ് മെയിനിന് പകരം ഈ വോയിഡ് മെയിൻ എന്നായിരിക്കും ചില ടെക്സ്റ്റ് ബുക്കിലെല്ലാം ഉള്ളത്. വോയിഡ് മെയിൻ രണ്ട് ബ്രാക്കറ്റ് ഇങ്ങനെ കൊടുത്തിരിക്കും. ചില ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ മെയിൻ എന്ന് മാത്രമേ കാണത്തുള്ളൂ. ഇതിൽ ഓരോന്നിനും ഓരോ മീനിങ് ഉണ്ട്. നിങ്ങളിപ്പോൾ ഈ ഇൻറ്റ് മെയിൻ എന്ന ആ ഒരു രീതി തന്നെ ഫോളോ ചെയ്യുക. ബാലഗുരു സ്വാമിയിലല്ല ഇൻറ്റ് മെയിൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ചില ടെക്സ്റ്റ് ബുക്കിൽ വോയിഡ് മെയിൻ എന്ന് കൊടുത്തിരിക്കും. അതും കറക്റ്റ് തന്നെയാണ്. ചിലതിൽ മെയിൻ എന്ന് മാത്രമായിരിക്കും. അത് ഓരോന്നും ഓരോ സ്റ്റൈൽ ഓഫ് പ്രോഗ്രാമിംഗ് എന്ന് വേണമെങ്കിൽ തൽക്കാലം നമുക്ക് പറയാം. ഇതിൽ ഓരോന്നിനും ഓരോ മീനിങ് ഉണ്ട്. ഇപ്പോൾ ഫംഗ്ഷൻസ് എന്താണെന്ന് പഠിക്കുമ്പോൾ ഇതിൻ്റെ വ്യത്യാസം നമുക്ക് പഠിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇൻറ്റ് മെയിൻ എന്ന് തന്നെ എഴുതാനായിട്ട് ശീലിക്കുക. +2 ബയോളജി സയൻസ് എടുത്ത സ്റ്റുഡൻസിന് ആക്ച്വലി വോയിഡ് മെയിനിൻ്റെയൊക്കെ ഡിഫറൻസ് അറിയാം. അവർക്ക് വേണമെങ്കിൽ വോയിഡ് മെയിൻ എന്താണെന്ന് വെച്ചാൽ എഴുതാം. അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് എഴുതാം. തെറ്റെന്താണെന്ന് നിങ്ങൾ എഴുതത്തില്ല എന്ന് എനിക്കറിയാം. അങ്ങനെയുള്ളവർക്ക് വോയിഡ് മെയിൻ എന്നും മെയിൻ എന്നും ഒക്കെ എഴുതാം. അല്ലാതെ ഉള്ളവർ എല്ലാവരും ഇൻറ്റ് മെയിൻ എന്ന് തന്നെ എഴുതി തുടങ്ങുക. ഇതിന് ബാക്കി വേറെ ഈ വോയിഡ് മെയിൻ എപ്പോൾ എഴുതണം എന്നൊക്കെ ഞാൻ പിന്നെ പറയാം. ഫംഗ്ഷൻസ് പഠിക്കുമ്പോൾ ഞാനത് പറഞ്ഞുതരാം. അപ്പോൾ ഇൻറ്റ് മെയിൻ എന്ന് തന്നെ നിർബന്ധമായി എഴുതുക. അപ്പോൾ ഇതൊരു കമ്പൾസറി സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻറ്റ് മെയിൻ എന്നുള്ളത്. പിന്നെ ഒരു പോയിൻറ്റും കൂടെ ഉള്ളത്, ഇവിടെ ഏറ്റവും അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഈ കേർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ഏറ്റവും അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് റിട്ടേൺ 0 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇൻറ്റ് മെയിൻ എന്ന് എഴുതണമെങ്കിലാണ് ഈ റിട്ടേൺ 0 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എഴുതുന്നത്. റിട്ടേൺ 0 കഴിഞ്ഞാൽ ഒരു സെമികോളനും കൂടെ ഉണ്ട്. ഇൻറ്റ് മെയിൻ എന്ന് എഴുതണമെങ്കിലാണ് നമ്മൾ ഈ റിട്ടേൺ 0 എന്ന സ്റ്റേറ്റ്മെൻറ്റ് കൂടെ എഴുതുന്നത്. വോയിഡ് മെയിനാണ് എഴുതുന്നത് എങ്കിൽ റിട്ടേൺ 0 എന്ന് നമ്മൾ എഴുതത്തില്ല. അതിൻ്റെ റീസൺ എന്താണെന്നും ഫംഗ്ഷൻ നമ്മൾ ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നിങ്ങൾക്ക് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാവും എന്തുകൊണ്ടാണ് റിട്ടേൺ 0 എഴുതാത്തതെന്ന്. ഇവിടെ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻറ്റ് മെയിൻ എന്നാണ് നിങ്ങളിവിടെ എഴുതുന്നതെങ്കിൽ നിർബന്ധമായും റിട്ടേൺ 0 എന്ന് കൂടെ നിങ്ങൾ എഴുതണം. അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഈ കേർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് റിട്ടേൺ 0 എന്ന സ്റ്റേറ്റ്മെൻറ്റ് കൂടെ എഴുതിയിട്ട് വേണം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇൻറ്റ് മെയിൻ എന്ന് എഴുതുകയാണെങ്കിൽ റിട്ടേൺ 0 എന്ന് കൂടെ എഴുതണം. അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് ഫംഗ്ഷൻ എന്ന ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇത്രയായി. ഇനിയുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. മെയിൻ ഫംഗ്ഷൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്.
ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത്, അതായത് ഫംഗ്ഷൻ്റെ അകത്ത് വരുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും എൻഡ് ചെയ്യുന്നത് ഈ ഒരു സെമി കോളൻ വെച്ചിട്ടാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എൻഡ് ചെയ്ത സെമി കോളൻ, ഇവിടെ ഒരു സെമി കോളൻ ഉണ്ട്, സെമി കോളൻ എല്ലാ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അവസാനം സെമി കോളൻ ഉണ്ട്. അത് നിർബന്ധമായും ശ്രദ്ധിക്കുക. ഇവിടെ ഇൻറ്റ് മെയിൻ കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് ഇട്ടിട്ട് സെമി കോളൻ ഇല്ല. ഇവിടെയും IO സ്ട്രീം കഴിഞ്ഞ് ബ്രാക്കറ്റ് ഇട്ടിട്ട് ക്ലോസിങ് ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇട്ടിട്ട് സെമി കോളൻ ഇല്ല. അതേസമയം യൂസിങ് നെയിം സ്പേസ് സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് സെമി കോളൻ ഉണ്ട്. അപ്പോൾ ഈ സെമി കോളൻ എവിടെയൊക്കെയാണ് വരുന്നത് എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക. ഈ കേളി ബ്രാക്കറ്റിനകത്ത് വരുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റും എൻഡ് ചെയ്യുന്നത് സെമി കോളനാണ്. സെമി കോളൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ സ്റ്റേറ്റ്മെൻറ്റ് തീർന്നു, ആ സ്റ്റേറ്റ്മെൻറ്റ് ടെർമിനേറ്റ് ആയി എന്നാണ് ആ സെമി കോളൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം ഇത് പ്രധാനമായും ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഈ മെയിൻ ഫംഗ്ഷനുള്ള ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് ഇൻറ്റ് A, B, സം എന്നതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഇൻറ്റ് A, B, സം ഇതിൽ A എന്നും B എന്നും സം എന്നും പറയുന്ന സംഭവങ്ങളെ വേരിയബിൾസ് എന്നാണ് പറയുന്നത്. അതിൻ്റെ വേരിയബിൾസ് A, B, സം എന്നീ സംഭവങ്ങളെ എന്ന ആ എലമെൻറ്റ്സിനെ വേരിയബിൾസ് എന്നാണ് പറയുന്നത്. ഈ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ വേരിയബിൾസിൻ്റെ പേരാണ് A എന്നും B എന്നും സം എന്നും ഉള്ളത്. വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ അതിനൊരു കണ്ടെയ്നർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തെങ്കിലും ഒരു വാല്യൂവിനെ സ്റ്റോർ ചെയ്യാനുള്ള കണ്ടെയ്നറിനെയാണ് അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സിനെയാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. കണ്ടെയ്നേഴ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്തെങ്കിലും ഒരു വാല്യൂവിനെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്പേസ് അല്ലെങ്കിൽ ഒരു കണ്ടെയ്നർ, അതിനെയാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ആ വേരിയബിൾസിൻ്റെ പേരാണ് A എന്നും B എന്നും സം എന്നും ഉള്ളത്. നമ്മളിവിടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം അത് കമ്പ്യൂട്ടർ ചോദിക്കും, എൻ്റർ ടു ഇൻറ്റീജർ നമ്പേഴ്സ് A ആൻഡ് B എന്ന് കമ്പ്യൂട്ടർ ചോദിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ കീബോർഡ് വഴി 2 ഇൻറ്റീജർ നമ്പേഴ്സ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഈ ഇൻറ്റീജർ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യുന്നതാണ് ഈ വേരിയബിൾസിലോട്ട്. ഈ ഇൻറ്റീജർ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ വേരിയബിൾസ് A എന്നും B എന്നും പേരുള്ള വേരിയബിൾസിനെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തത്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എന്ന് പറയാറില്ല, നമ്മൾ ഡിഫൈൻ ചെയ്ത് അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്ത് എന്ന ടേമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ A എന്നും B എന്നും പറയുന്ന വേരിയബിൾസ് ഞാനിവിടെ ഡിക്ലെയർ ചെയ്തത് ഈ വാല്യൂസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ ഈ 20 എന്നും 30 എന്നും എൻ്റർ ചെയ്ത് കൊടുത്തത്, 2 വാല്യൂസ് ആണല്ലോ എൻ്റർ ചെയ്ത് കൊടുത്തത്. ആ വാല്യൂസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ A എന്നും B എന്നും പേരുള്ള വേരിയബിൾസിനെ ഞാനിവിടെ ഡിക്ലെയർ ചെയ്തത്. അതിൻ്റെ കൂടെ സം എന്ന പേരുള്ള വേരിയബിളിനെ ഞാൻ ഡിക്ലെയർ ചെയ്തു. ഈ സം എന്ന വേരിയബിൾ ഞാൻ ഉപയോഗിക്കുന്നത് ഈ 2 എൻ്റർ ചെയ്ത് കൊടുത്ത 2 നമ്പേഴ്സിൻ്റെയും ആഡ് ചെയ്തിട്ട് ആ കിട്ടുന്ന റിസൾട്ടിനെ സ്റ്റോർ ചെയ്യാനുള്ള വേരിയബിളാണ് ഈ സം എന്നുള്ളത്. അപ്പം വാല്യൂസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള ആ എലമെൻറ്റ്സിനാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും വാല്യൂസ് സ്റ്റോർ ചെയ്യാനുള്ള എലമെൻറ്റ്സിനെ ഞാൻ ഈ പ്രോഗ്രാമിൻ്റെ ഉപയോഗത്തിന് വേണ്ടി 3 വേരിയബിൾസിനെ ഞാനിവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ വേരിയബിൾസ് ഡിഫൈൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഈ ഇൻറ്റ് A, B, സം എന്ന് കൊടുത്തിട്ടുള്ളത്. ഓരോ വേരിയബിൾസിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കോമ എന്ന സിമ്പിൾ ഇട്ടിട്ടുള്ളത്. ഇവിടെ ഇൻറ്റ് എന്ന വേർഡ് ഉപയോഗിച്ചാണ് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഇൻറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഇൻറ്റീജേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാനാണ് ഇൻറ്റ് എന്നുള്ളത്. ഈ 3 വേരിയബിൾസിനെയും ഞാൻ ഇൻറ്റീജേഴ്സ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇൻറ്റീജേഴ്സ് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതായത് ഈ 3 വേരിയബിൾസും ഇൻറ്റീജർ വേരിയബിൾസ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഇൻറ്റീജേഴ്സ് ആയിട്ടാണ് ഞാനിവിടെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അതായത് അതിൻ്റെ മീനിങ് എന്തെന്ന് വെച്ചാൽ ഈ 3 വേരിയബിൾസിലും ഇൻറ്റീജർ വാല്യൂസ്, ഇൻറ്റീജർ ഡാറ്റ മാത്രമേ, ഇൻറ്റീജർ നമ്പേഴ്സ് മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഇൻറ്റീജർ ഡാറ്റ, ഇൻറ്റീജർ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള വേരിയബിൾസിനെയാണ് ഞാൻ ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നത്. അതാണ് ഇൻറ്റ് A, B, സം എന്ന് പറയുന്നത്. അതേസമയം ഇൻറ്റീജർ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 അങ്ങനെ ഡെസിമൽ വാല്യൂസ് ഇല്ലാത്ത നമ്പേഴ്സിനെയാണ് ഇൻറ്റ് എന്ന് പറയുന്നത്. അത് മേ ബി നെഗറ്റീവ് നമ്പേഴ്സ് ആവാം, -1, -5, അതും ഇൻറ്റീജർ നമ്പേഴ്സ് തന്നെയാണ്. അപ്പം അങ്ങനത്തെ നമ്പേഴ്സിനെ സേവ് ചെയ്യാനാണ് ഞാൻ ഈ 3 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഇനി ഈ വേരിയബിൾസിൽ എനിക്കിപ്പം ഡെസിമൽ വാല്യൂസ് സ്റ്റോർ ചെയ്യണമെങ്കിൽ, അതായത് ഡെസിമൽ വാല്യൂസ് ഉള്ള നമ്പേഴ്സ്, അതായത് 5.3 അല്ലെങ്കിൽ 8.7 അല്ലെങ്കിൽ 137.834 എന്നീ ഈ ഡെസിമൽ വാല്യൂസ് ഉള്ള നമ്പേഴ്സിനെയാണ് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ, എന്ന ഡാറ്റയാണ് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ ഞാൻ ഇൻറ്റ് എന്ന വേർഡിന് പകരം ഫ്ലോട്ട് എന്ന വേർഡ് ഉപയോഗിക്കണമായിരുന്നു. അതായത് ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സ്. ഫ്ലോട്ട് എന്ന വേർഡ് ഉപയോഗിച്ചാണ് ഞാൻ ആ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നത് എങ്കിൽ എനിക്ക് ഈ വേരിയബിൾസിൻ്റെ അകത്ത് ഈ ഡെസിമൽ വാല്യൂസ് ഉള്ള വാല്യൂസിൻ്റെ നമ്പേഴ്സിനെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സ് എന്ന് പറയാം. അതേസമയം ഒരുപാട് ഡെസിമൽ പോയിൻറ്റ്സ് ഉള്ള നമ്പേഴ്സിനെയാണ് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ ഡബിൾ എന്ന വേർഡാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇൻറ്റിന് പകരം ഡബിൾ എന്ന വേർഡാണ് ഉപയോഗിക്കേണ്ടത്. അതായത് സംഭവം എന്തെന്ന് വെച്ചാൽ
അപ് ടു 7 ഡെസിമൽ വാല്യൂസ് ഉള്ള അപ് ടു 7 ഡെസിമൽ പ്ലേസസ് ഉള്ള നമ്പേഴ്സിനെ നമുക്ക് ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പിലുള്ള, ശ്രദ്ധിക്കുക, ഡാറ്റ ടൈപ്പ്. ഞാൻ ഈ പറഞ്ഞതല്ല, ഇൻറ്റ്, ഫ്ലോട്ട്, ഡബിൾ, ചാർ, സ്ട്രിങ് എന്നീ പറയുന്ന സംഭവങ്ങളെല്ലാം ഡാറ്റ ടൈപ്പ് എന്നാണ് പറയുന്നത്. അതായത് എന്ത് കൈൻഡ് ഓഫ് ഡാറ്റ, അതാണ് ഡാറ്റ ടൈപ്പ് എന്നുള്ളത്. ഇത് ഇൻറ്റീജർ ഡാറ്റയാണ് ഇൻറ്റ് എന്നുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് ഇൻറ്റീജർ നമ്പേഴ്സ് മാത്രം സ്റ്റോർ ചെയ്യാനുള്ള. ഫ്ലോട്ട് എന്ന് പറയുന്നത് വേറൊരു ഡാറ്റ ടൈപ്പാണ്. അതായത് വേറൊരു ടൈപ്പ് ഓഫ് ഡാറ്റയാണ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. ഡെസിമൽ വാല്യൂസ് ഉള്ള, ഡെസിമൽ നമ്പേഴ്സ് ഉള്ള അപ് ടു 7 ഡെസിമൽ പ്ലേസസ് ഉള്ള നമ്പേഴ്സിനാണ് ഈ ഫ്ലോട്ട് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾസിലോട്ട് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നത്. ഇവിടെ ഇൻറ്റിന് പകരം ഡബിൾ എന്ന വാക്ക് ഉപയോഗിച്ചാണ് ഞാൻ ഈ വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ മോർ ദാൻ 7 ഡെസിമൽ പോയിൻറ്റ്സ് ഉള്ള നമ്പേഴ്സിന് എനിക്കതിൽ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് അപ് ടു 15 എന്നാണെന്ന് തോന്നുന്നു. എനിക്കത് ക്ലാരിഫൈ ചെയ്യാൻ, ഞാൻ ഡാറ്റ ടൈപ്സിനെ പറ്റി പഠിപ്പിക്കുമ്പോൾ ഞാനത് ക്ലാരിഫൈ ചെയ്ത് തരാം. എനിക്ക് തോന്നുന്നു അപ് ടു 15 ഡെസിമൽ പ്ലേസസ് ഉള്ള നമ്പേഴ്സിനെ വരെ സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ ഡബിൾ എന്ന ഡാറ്റ ടൈപ്പാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഇൻറ്റിന് പകരം ഡബിൾ എന്ന് എഴുതി എ കോമ ബി കോമ സം എന്ന് എഴുതിയിരുന്നെങ്കിൽ ഈ വേരിയബിൾസിൽ നമുക്ക് അപ് ടു 15 ഡെസിമൽ പ്ലേസസ് ഉള്ള നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാമായിരുന്നു. ഇനിയിപ്പോൾ നമ്പേഴ്സ് അല്ല, എന്തെങ്കിലും ക്യാരക്ടറാണ് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ, അതായത് എന്തെങ്കിലും അക്ഷരങ്ങൾ, ആൽഫാബെറ്റ്സ്, ABC, അതായത് സ്മോൾ ലെറ്റർ ആവാം, ക്യാപിറ്റൽ ലെറ്റർ ആവാം. ABC എന്ന് പറയുന്ന ആൽഫാബെറ്റ്സ് ആണോ, അല്ലെങ്കിൽ സ്പെഷ്യൽ സിമ്പിൾസ്, ഇപ്പം കുത്ത് അല്ല ഫുൾ സ്റ്റോപ്പ്, കോമ, കോളൻ, സെമി കോളൻ, കോട്ട്സ്, അല്ലെങ്കിൽ ഹാഷ്, ആംബർസെൻറ്റ്, അല്ലെങ്കിൽ സ്റ്റാർ എന്നീ സിമ്പിൾസ് ആണ് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ, അതായത് എന്തെങ്കിലും ക്യാരക്ടറാണ് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ഇൻറ്റിന് പകരം ചാർ, ക്യാരക്ടർ എന്നതിൻ്റെ ഷോർട്ട് ഫോം CHAR, ചാർ എന്നായിരിക്കണം ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ചാർ എന്ന് എഴുതി എ കോമ ബി കോമ സം എന്ന് ഡിക്ലെയർ ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് ഈ വേരിയബിൾസിൽ എന്തെങ്കിലും ഒരു ക്യാരക്ടർ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ക്യാരക്ടർ മാത്രമേ സ്റ്റോർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എ എന്ന് പറയുന്ന വേരിയബിൾ എന്തെങ്കിലും ഒരു ക്യാരക്ടർ മാത്രമേ സ്റ്റോർ ചെയ്യാനൊക്കത്തുള്ളൂ. എന്തെങ്കിലും ഒരു ആൽഫാബറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിമ്പലോ അല്ലെങ്കിൽ ഈവൻ ഡിജിറ്റ്സ് ആയിരുന്നാലും, ഡിജിറ്റും ഒരു ക്യാരക്ടർ തന്നെയാണല്ലോ. 3 എന്നും 5 എന്നും 7 എന്നും പറയുന്ന നമ്പേഴ്സ്, അത് നമ്പേഴ്സായിട്ട് സ്റ്റോർ ചെയ്യാതെ വേണമെങ്കിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ ക്യാരക്ടറായിട്ട് അങ്ങ് സ്റ്റോർ ചെയ്യാം. അപ്പം അങ്ങനെ ക്യാരക്ടറായിട്ട് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ ചാർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പാണ് യൂസ് ചെയ്യേണ്ടത്. അവിടെ ശ്രദ്ധിക്കുക, ഒരു ക്യാരക്ടർ മാത്രമേ നമുക്ക് ചാർ എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ആ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇപ്പം എനിക്ക് വേണമെങ്കിൽ ഒരു വാക്ക്, എലിഫൻ്റ് എന്ന വാക്ക് നമുക്ക് എ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. കാരണം എലിഫൻ്റ് എന്ന് പറയുന്ന വാക്ക് എന്ന് പറഞ്ഞാൽ അതൊരു ക്യാരക്ടർ അല്ല, സിംഗിൾ ക്യാരക്ടർ അല്ല, അതൊരു ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സാണ്. അപ്പം ഒരു ക്യാരക്ടർ മാത്രമേ ചാർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് നമ്മളിവിടെ ഉപയോഗിച്ച് ഡിക്ലെയർ ചെയ്യുന്നുവെങ്കിൽ സാധിക്കുകയുള്ളൂ. ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് ആ വേരിയബിൾസിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ സ്ട്രിങ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇൻറ്റിന് പകരം സ്ട്രിങ് എന്ന് എഴുതി നമ്മൾ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിരുന്നുവെങ്കിൽ ആ ഓരോ വേരിയബിൾസിലും ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ എലിഫൻ്റ് എന്നോ അല്ലെങ്കിൽ ജിറാഫ് എന്നോ അല്ലെങ്കിൽ ക്യാറ്റ് എന്നോ അല്ലെങ്കിൽ മൗസ് എന്നോ എന്തെങ്കിലും ഒരു പേര്, ഇപ്പോൾ എൻ്റെ പേര് കൈലാസ് എന്നോ, കൈലാസ് എന്ന് പറഞ്ഞാൽ KAILAS, ആ 6 ക്യാരക്ടേഴ്സാണ് ഉള്ളത്. അതിന് അങ്ങനെ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വേർഡാണ് നമുക്ക് സ്റ്റോർ ചെയ്യുന്നത്. വേണമെങ്കിൽ മൾട്ടിപ്പിൾ വേർഡ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാം. മേ ബി ഈവൻ ഒരു സെൻറ്റൻസിന് തന്നെ നമുക്ക് വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും ഒരു വേരിയബിളിലോട്ട്. അപ്പം അങ്ങനെ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സിനെ സ്റ്റോർ ചെയ്യണമെങ്കിൽ, ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സിനെ സ്റ്റോർ ചെയ്യണമെങ്കിൽ സ്ട്രിങ് എന്ന ഡാറ്റ ടൈപ്പിലായിരിക്കും നമ്മളത് ഡിഫൈൻ ചെയ്യുന്നത്. C ലാംഗ്വേജ് പഠിച്ചിട്ടുള്ളത് ശ്രദ്ധിക്കുക, C ലാംഗ്വേജിൽ സ്ട്രിങ് എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് ഇല്ല. അത് C++ന് മാത്രമേ ഉള്ളൂ. സിയിലാണെങ്കിൽ നമ്മൾ അറേസ് ഒക്കെ ഉപയോഗിച്ചാണ് സ്ട്രിങ്ങിനെ സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ സ്ട്രിങ് എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് തന്നെ ഉണ്ട്. അപ്പോൾ സ്ട്രിങ് എന്ന ഡാറ്റ ടൈപ്പ് ആണെങ്കിൽ ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രോഗ്രാമിൽ ഉപയോഗിച്ചിട്ടുള്ള വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഈ ഇൻറ്റ് എ കോമ ബി കോമ സം എന്നുള്ളത്. അപ്പോൾ എയും ബിയും സമ്മും എല്ലാം ഇൻറ്റീജർ വേരിയബിൾസ് ആണ്. അതായത് ഇൻറ്റീജർ ഡാറ്റ, ഇൻറ്റീജർ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്ന വേരിയബിൾസ് ആണ് ഞാനിവിടെ ഡിക്ലെയർ ചെയ്തത്. ഇനി നമ്മുടെ ഈ വേരിയബിൾസ് ഞാൻ ഏറ്റവും ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, മെയിൻ ഫംഗ്ഷൻ്റെ അകത്തുള്ള ഏറ്റവും ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തത്. നമ്മുടെ ഈ C++ൽ എവിടെയാണോ ഒരു വേരിയബിൾ യൂസ് ചെയ്യുന്നത് അതിന് തൊട്ട് മുന്നേ മാത്രം ആ വേരിയബിളിനെ അങ്ങ് ഡിക്ലെയർ ചെയ്താൽ മതി. അതായത് ഏറ്റവും ആദ്യം ഈ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന എല്ലാ വേരിയബിൾസും കൂടെ ആദ്യം തന്നെ ഡിക്ലെയർ ചെയ്യണം എന്ന് നിയമമില്ല C++ൽ. മേ ബി ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു 10, 20, 30 പേജുള്ള പ്രോഗ്രാം ആണെങ്കിൽ അതിൽ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ വേരിയബിൾസും കൂടെ ആദ്യമേ തന്നെ ഡിക്ലെയർ ചെയ്യണം എന്നൊന്നുമില്ല. എവിടെയാണോ ആ വേരിയബിൾ യൂസ് ചെയ്യുന്നത് ആ വേരിയബിൾ അത് യൂസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്താലും മതി. ഞാൻ എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. അപ്പം അതൊരു C++ലുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. ഞാനിത് പറയാൻ കാര്യം, C ലാംഗ്വേജിലാണെങ്കിൽ നമ്മൾ ആ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന എല്ലാ വേരിയബിൾസും ആദ്യമേ തന്നെ ഡിക്ലെയർ ചെയ്യണം.
എന്നാൽ മാത്രമേ അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ C++ലാണെങ്കിൽ അങ്ങനെയില്ല. നമ്മൾ എവിടെയാണോ ഉപയോഗിക്കുന്നത് അതിന് തൊട്ട് മുന്നേ ആ വേരിയബിൾ അങ്ങ് ഡിക്ലെയർ ചെയ്താൽ മതി. അതിനൊരു എക്സാമ്പിൾ ഞാൻ അടുത്ത പ്രോഗ്രാമിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഈ മെയിൻ ഫംഗ്ഷൻ്റെ അകത്തുള്ള ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൻ്റെ അകത്തുള്ള വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യുക എന്ന സ്റ്റേറ്റ്മെൻറ്റ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് സി ഔട്ട് എന്നെഴുതി, ഇവിടെ പ്രൊണൗൺസ് ചെയ്യുന്നത് കൗട്ട് എന്നല്ല, സി ഔട്ട് എന്നാണ് ഞാനിവിടെ പ്രൊണൗൺസ് ചെയ്തത്. സി ഔട്ട് എന്ന് എഴുതി 2 ലെസ് ദാൻ സിമ്പിൾ. തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കുക, ഈ 2 ലെസ് ദാൻ സിമ്പിളിന് വേറെ പേരൊക്കെ ഉണ്ട്. ഇതിനെ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എന്ന് പറയും, വേറെ ഒരു പേരുണ്ട്. ഓപ്പറേറ്റേഴ്സ് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാം. ഇത് 2 ലെസ് ദാൻ സിമ്പിളാണ് ഇവിടെ ഉള്ളത്. അതിനെ വേണമെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് സി ഔട്ട് എന്നാണ് ഇതിനെ പ്രൊണൗൺസ് ചെയ്യണം. സി ഔട്ട് എന്ന് എഴുതി 2 ലെസ് ദാൻ സിമ്പിൾ എഴുതി, എന്നിട്ട് 2 കോഡ്സിൻ്റെ അകത്ത്, ഈ 2 ഡബിൾ കോഡ്സിൻ്റെ അകത്ത് നമ്മൾ എന്ത് എഴുതിയാലും അതിനെ അതുപോലെ തന്നെ അത് ഡിസ്പ്ലേ ചെയ്യും, ഔട്ട്പുട്ട് വിൻഡോയിൽ ഡിസ്പ്ലേ ചെയ്യും. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ സി ഔട്ട് എന്ന് പറഞ്ഞാൽ കൺസോൾ ഔട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. കൺസോൾ ഔട്ടിൻ്റെ ഷോർട്ട് ഫോമാണ് സി ഔട്ട്. കൺസോൾ ഔട്ട് എന്ന് പറഞ്ഞാൽ അത് മീൻ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസ്. നമ്മുടെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ മോണിറ്ററാണ്. ആ കമ്പ്യൂട്ടർ മോണിറ്ററിൽ എന്താണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് കാണിക്കാൻ, കമ്പ്യൂട്ടർ മോണിറ്ററിൽ നമുക്ക് എന്തെങ്കിലും ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ മോണിറ്ററിൽ, അതായത് ഔട്ട്പുട്ട് വിൻഡോയിൽ എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കീവേഡാണ്, ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഈ സി ഔട്ട് എന്ന് പറയുന്നത്. സി ഔട്ട് എന്ന് എഴുതി 2 ലെസ് ദാൻ സിമ്പിൾ എഴുതി, 2 ഡബിൾ കോഡ്സിൻ്റെ അകത്ത് എന്ത് എഴുതിയാലും, എന്ത് നമ്മൾ എഴുതി വെച്ചാലും അത് അതുപോലെ തന്നെ ഔട്ട്പുട്ട് വിൻഡോയിൽ ഡിസ്പ്ലേ ചെയ്യും. അതാണ് ഇവിടെ ഇപ്പം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഞാനിവിടെ ബി എഴുതി ഒരു കോളൻ ഇട്ട് ഒരു സ്പേസും കൂടെ കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ ഈ കോഡ്സ് ക്ലോസ് ചെയ്തത്, ഡബിൾ കോഡ്സ് ഇട്ട് ക്ലോസ് ചെയ്തത്. ആ സ്പേസും കൂടെ ദാ ഇവിടെ വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ഈ 20 എന്നുള്ളത് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒരു സ്പേസും കഴിഞ്ഞിട്ടാണ് വന്നത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഒരു സ്പേസും കൂടെ ഇട്ടിട്ടാണ് ഡബിൾ കോഡ്സ് ഇട്ടത്. അപ്പോൾ ഈ ഡബിൾ കോഡ്സിൻ്റെ അകത്ത് സി ഔട്ട് എന്ന് എഴുതി 2 ലെസ് ദാൻ സിമ്പിൾ ഇട്ടിട്ട് ഡബിൾ കോഡ്സിൻ്റെ അകത്ത് എന്ത് എഴുതിയാലും അത് അതുപോലെ തന്നെ ഔട്ട്പുട്ട് വിൻഡോയിൽ ഡിസ്പ്ലേ ചെയ്യും. അത് ഈ ഡബിൾ കോഡ്സ് വെച്ച് ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു സെമി കോളനും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ തീരുന്നത്. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് സി ഇൻ, ഇതിന് സിൻ എന്നല്ല പറയുന്നത്, സി ഇൻ എന്നാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. സി ഇൻ എന്ന് എഴുതി, ഒറ്റ വാക്കാണല്ലോ, സി ഇൻ എന്ന് എഴുതി എന്നിട്ട് 2 ഗ്രേറ്റർ ദാൻ സിമ്പിൾ. ഇതിനെ ഇൻപുട്ട് ഓപ്പറേറ്റർ എന്ന് പറയാം, വേറെ ഒരു പേരുണ്ട്, അത് നമുക്ക് പിന്നെ പഠിക്കാം. ഇതിപ്പം ഇൻപുട്ട് ഓപ്പറേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് 2 ഗ്രേറ്റർ ദാൻ സിമ്പിൾ എഴുതി എ എന്ന് എഴുതി. ഈ എ ഏതാണെന്ന് മനസ്സിലായല്ലോ, നമ്മളിവിടെ ഡിക്ലെയർ ചെയ്ത ഒരു വേരിയബിളാണ് എ എന്നുള്ളത്. അപ്പം എ എന്ന് എഴുതി വീണ്ടും 2 ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇട്ടിട്ട് ബി എന്ന് എഴുതി ഒരു സെമി കോളൻ ഇട്ടിട്ടുണ്ട്. ഈ സംഭവം എന്തെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നു, സി ഔട്ട് എന്ന് പറഞ്ഞ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോഴാണ് ഔട്ട്പുട്ട് വിൻഡോയിൽ ഇതിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇത് ഡിസ്പ്ലേ ചെയ്തിട്ട് അടുത്തത് ഈ സ്റ്റേറ്റ്മെൻറ്റ് അത് എക്സിക്യൂട്ട് ചെയ്യും. ഈ സി ഇൻ എന്ന സ്റ്റേറ്റ്മെൻറ്റ് അത് ഈ എന്ന ഫംഗ്ഷൻ അത് എക്സിക്യൂട്ട് ചെയ്യും. ആ സി ഇൻ എന്ന ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് കഴ്സർ എന്തെങ്കിലും ഒരു ഇൻപുട്ട് ഡാറ്റയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മൾ കഴ്സർ വെയിറ്റ് ചെയ്യുന്നത് നമ്മൾ കീബോർഡ് വഴി ഒരു ഡാറ്റ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ സി ഔട്ട് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തപ്പോഴല്ല കീബോർഡ് വഴി ഡാറ്റ എൻ്റർ ചെയ്ത് കൊടുത്തത്, കീബോർഡ് വഴി നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത സി ഇൻ എന്ന ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തപ്പോഴാണ് അത് നമ്മുടെ എന്തെങ്കിലും ഒരു ഇൻപുട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. സി ഇൻ എന്ന ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും അതിന് മനസ്സിലാവും എന്തോ ഒരു ഇൻപുട്ട് വാല്യൂ അക്സെപ്റ്റ് ചെയ്യാനുണ്ട് എന്ന മെസ്സേജാണ് കൊടുക്കുന്നത്. അപ്പോഴാണ് കഴ്സർ നമ്മുടെ ഒരു ഇൻപുട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ഇൻറ്റീജർ നമ്പർ 20 എന്ന ഇൻറ്റീജർ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ആ വാല്യൂവിനെ എ എന്ന് പറയുന്ന വേരിയബിളിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അത് കാണിക്കാൻ വേണ്ടിയാണ് സി ഇൻ എന്ന് എഴുതി ആ സിമ്പിൾ ഇട്ടിട്ട്, അതായത് 2 ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇട്ടിട്ട് എ എന്ന വേരിയബിൾ മെൻഷൻ ചെയ്യുന്നത്. നമ്മൾ ആദ്യം എൻ്റർ ചെയ്ത് കൊടുക്കുന്ന സി എൻ എന്ന് എഴുതി ആദ്യം സി എൻ എന്ന് എക്സിക്യൂട്ട് ചെയ്തിട്ട് ആദ്യം എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂവിനെ എ എന്ന് പറയുന്ന വേരിയബിളിലോട്ടാണ് അത് സ്റ്റോർ ചെയ്യുന്നത്. എന്നിട്ട് അടുത്ത ബി എന്ന് പറയുന്ന വേരിയബിളോട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉള്ള ഡാറ്റയ്ക്ക് വേണ്ടി ആ കഴ്സർ പിന്നെയും വെയിറ്റ് ചെയ്യും. അപ്പോഴാണ് നമ്മൾ അടുത്ത ഇൻറ്റീജർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ആ എൻ്റർ ചെയ്ത നമ്മൾ വാല്യൂവിനെ ബി എന്ന് പറയുന്ന വേരിയബിളിലോട്ടും സ്റ്റോർ ചെയ്യും. അതേ ഓർഡറിൽ, നമ്മൾ ഈ എഴുതിയ അതേ ഓർഡറിൽ തന്നെയായിരിക്കും നമ്മൾ ഈ എൻ്റർ ചെയ്ത് കൊടുത്ത വാല്യൂസും സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഒരു കീബോർഡിൽ നിന്ന് വാല്യൂ അക്സെപ്റ്റ് ചെയ്ത് അതിനെ വേരിയബിൾസിലോട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് സി ഇൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഗ്രേറ്റർ ദാൻ സിമ്പിളും ഇവിടെ ലെസ് ദാൻ സിമ്പിളുമാണ് ഉപയോഗിച്ചത്. അതിനൊരു മീനിങ് ഉണ്ട്, ഒരു ലോജിക് ഉണ്ടെന്ന് പറയാം. അത് ഞാൻ അടുത്ത ഇത് സി ഔട്ടിനെ പറ്റി പഠിപ്പിക്കുമ്പോൾ ഒന്നും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നാലും ചെറുതായിട്ട് ഞാനിപ്പോൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം.
ഇതിപ്പം സി ഔട്ട് എന്ന് പറഞ്ഞാൽ കൺസോൾ ഔട്ട്പുട്ട്, അതായത് ഡിസ്പ്ലേ ആണ്, മോണിറ്ററിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സെൻറ്റൻസിനെ മോണിറ്ററിലോട്ട് സെൻഡ് ചെയ്യുക എന്ന ആ ഡയറക്ഷൻ കാണിക്കാനാണ് ഈ ഒരു സിമ്പിൾ കൊടുത്തിട്ടുള്ളത്. ഈ സിമ്പിൾ ലെസ് ദാൻ സിമ്പിൾ ആണെങ്കിൽ ആ ഡയറക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ലെഫ്റ്റിലോട്ടുള്ള ഡയറക്ഷനാണ് കാണിക്കുന്നത്. അതായത് ഈ സെൻറ്റൻസ്, ഈ കൊടുത്ത ഡബിൾ കോട്സിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ള സെൻറ്റൻസിനെ ഔട്ട്പുട്ട് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസിലോട്ട് സെൻഡ് ചെയ്യുന്നു എന്ന ആ ഡയറക്ഷൻ കാണിക്കാനാണ് ഈ ലെസ് ദാൻ സിമ്പിൾ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ കീബോർഡ് വഴി എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഡാറ്റയെ എയിലോട്ടും ബിയിലോട്ടും സ്റ്റോർ ചെയ്യുക എന്ന ഡയറക്ഷൻ കാണിക്കാനാണ് ഈ ഗ്രേറ്റർ ദാൻ സിമ്പിളിലൂടെ കൊടുത്തിട്ടുള്ളത്. അതായത് കീബോർഡ് വഴി എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ആ വാല്യൂവിനെ എയിലോട്ടും ബിയിലോട്ടും സ്റ്റോർ ചെയ്യുക, ആ ഡയറക്ഷൻ കാണിക്കാനാണ് ഈ റൈറ്റിലോട്ടുള്ള ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നത്. അപ്പം കീബോർഡ് വഴി എൻ്റർ ചെയ്യുന്നത് എയിലോട്ടും ബിയിലോട്ടും സ്റ്റോർ ചെയ്യുക. അപ്പോൾ ആ ഒരു ലോജിക്ക് അനുസരിച്ച് നിങ്ങൾ ഓർത്ത് വയ്ക്കുക, എപ്പോഴും സി ഔട്ടിൻ്റെ കൂടെ നമ്മൾ ലെസ് ദാൻ സിമ്പിൾ മാത്രമേ യൂസ് ചെയ്യാവൂ. എപ്പോഴും ഓർത്ത് വയ്ക്കുക, സി ഔട്ടിൻ്റെ കൂടെ ലെസ് ദാൻ സിമ്പിൾ യൂസ് ചെയ്യാവൂ, സി ഇന്നിൻ്റെ കൂടെ ഗ്രേറ്റർ ദാൻ സിമ്പിൾ യൂസ് ചെയ്യണം. അതും രണ്ടെണ്ണമാണ് യൂസ് ചെയ്യേണ്ടത്. സി ഔട്ടിൻ്റെ കൂടെ ലെസ് ദാൻ സിമ്പിൾ യൂസ് ചെയ്യുക, സി ഇന്നിൻ്റെ കൂടെ ഗ്രേറ്റർ ദാൻ സിമ്പിൾ യൂസ് ചെയ്യുക. എപ്പോഴും അത് ഓർത്തിരിക്കുക. സി ഔട്ടിൻ്റെ കൂടെ ഗ്രേറ്റർ ദാൻ സിമ്പിൾ യൂസ് ചെയ്ത് കളയരുത്. സി ഔട്ടിൻ്റെ കൂടെ എപ്പോഴും ലെസ് ദാൻ സിമ്പിൾ യൂസ് ചെയ്യാവൂ, സി ഇന്നിൻ്റെ കൂടെ ഗ്രേറ്റർ ദാൻ സിമ്പിൾ വേണം യൂസ് ചെയ്യാൻ. അപ്പം ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഓരോ വാല്യൂസ് ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുത്ത് അത് എയിലോട്ടും ബിയിലോട്ടും സ്റ്റോർ ചെയ്യുന്നു. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സം ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഇതൊരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. എൻ്റെ ബേസിക് ലോജിക്ക് വരുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ സംഭവം. രണ്ട് നമ്പേഴ്സ് നമ്മൾ എയിലും ബിയിലും സ്റ്റോർ ചെയ്യുന്ന വാല്യൂസ്, എ എന്ന് പറയുന്ന ബി എന്ന് പറയുന്ന വേരിയബിൾസ് ആണ്. ആ വേരിയബിൾസിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്തിട്ട് ആ കിട്ടുന്ന റിസൾട്ടിനെ സമ്മിലോട്ട് സ്റ്റോർ ചെയ്യുക എന്നതാണ് ഈ ഇക്വേഷൻ്റെ മീനിങ്, ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മീനിങ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഈ ഈക്വൽ ടു സിമ്പിളിൻ്റെ റൈറ്റ് സൈഡിലുള്ള പോർഷനാണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആ കമ്പൈലർ എപ്പോഴും അങ്ങനെയായിരിക്കും. ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ ഈ ഈക്വൽ ടു സിമ്പിളിൻ്റെ റൈറ്റ് സൈഡിലുള്ള പോർഷനായിരിക്കും അത് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത്. റൈറ്റ് സൈഡിലുള്ള പോർഷൻ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി, അതായത് എ എന്ന വേരിയബിളിലും ബി എന്ന വേരിയബിളിലും സ്റ്റോർ ചെയ്യുന്ന വാല്യൂവിനെ സം ചെയ്യുക, എന്നിട്ട് ആ കിട്ടുന്ന റിസൾട്ടിനെ സം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുക. അതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മീനിങ്. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, നമുക്കിനി ഈ സം ഈക്വൽ ടു 50 എന്ന ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യണമല്ലോ. നമ്മൾ ഈ റിസൾട്ട് കണ്ടെത്തി കഴിഞ്ഞു, ഇനി അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അതിന് വേണ്ടിയുള്ള സ്റ്റേറ്റ്മെൻറ്റാണിത്. ഇവിടെ വീണ്ടും സി ഔട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്, കാരണം ഡിസ്പ്ലേ ഔട്ട്പുട്ട് വിൻഡോയിൽ ഡിസ്പ്ലേ ചെയ്യാനുള്ളതാണ്. അപ്പം സി ഔട്ട് എന്ന ഫംഗ്ഷൻ എഴുതി, എന്നിട്ട് രണ്ട് ലെസ് ദാൻ സിമ്പിൾ എഴുതി, എന്നിട്ട് ഇവിടെ ഡബിൾ കോട്സിൻ്റെ അകത്ത് സം ഈക്വൽ ടു എന്ന് എഴുതിയിട്ടുണ്ട്. ഈ സം ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ ഈക്വൽ ടു കഴിഞ്ഞിട്ട് സ്പേസ് ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഈക്വൽ ടു കഴിഞ്ഞിട്ട് സ്പേസ് ഒന്നും ഇല്ലാതെ തന്നെ ബാക്കിയും പ്രിൻറ്റ് ചെയ്ത് വരുന്നത്. അപ്പം ഡബിൾ കോട്സിൻ്റെ അകത്ത് സം ഈക്വൽ ടു എന്ന് എഴുതുക, എന്നിട്ട് എനിക്കിവിടെ ഈ സം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. കാരണം ഇവിടെ സം ഈക്വൽ ടു 50 എന്നിവിടെ ഡിസ്പ്ലേ ചെയ്യണമല്ലോ. എന്താണ് ഈ സം എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ, ആ വാല്യൂ ആണ് എനിക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി ആ വേരിയബിൾ നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നു. ഇങ്ങനെ സി ഔട്ട് എന്ന് എഴുതി, ഈ സി ഔട്ട് എന്ന് പറഞ്ഞാൽ ആ സി ഔട്ട് കഴിഞ്ഞ് വരുന്ന എല്ലാ പോർഷനും ഡിസ്പ്ലേ ചെയ്യുക എന്നാണ് മീനിങ്. അപ്പോൾ സി ഔട്ട് എന്ന് എഴുതി, രണ്ട് ലെസ് ദാൻ സിമ്പിൾ ഇട്ടിട്ട് ഡബിൾ കോട്സിൻ്റെ അകത്ത് സം ഈക്വൽ ടു എന്ന് എഴുതി, എന്നിട്ട് ഈ സം എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂവിനെയും കൂടെ എനിക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യണം. അതിനു വേണ്ടിയാണ് രണ്ട് ലെസ് ദാൻ സിമ്പിളും കൂടെ ഇട്ടിട്ട് ആ വേരിയബിളിൻ്റെ നെയിം അവിടെ മെൻഷൻ ചെയ്തത്. വെറുതെ വേരിയബിളിൻ്റെ നെയിം മെൻഷൻ ചെയ്താൽ പോരാ, രണ്ട് ലെസ് ദാൻ സിമ്പിൾ ഇട്ടിട്ട് വേണം വേരിയബിളിൻ്റെ നെയിം അവിടെ മെൻഷൻ ചെയ്യാനായിട്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം സം ഈക്വൽ ടു എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യും, എന്നിട്ട് ഈ സം എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂവും കൂടെ അങ്ങ് ഡിസ്പ്ലേ ചെയ്യും. സം എന്നല്ല ഡിസ്പ്ലേ ചെയ്യുന്ന, സം എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ ആയിരിക്കും ഈ പോർഷൻ ഡിസ്പ്ലേ ചെയ്യുന്നത്. അതാണ് ഇവിടെ ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ സമ്മിന് പകരം എ എന്നാണ് കൊടുത്തിരുന്നതെങ്കിൽ, അതായത് ഇവിടെ സം ഈക്വൽ ടു ഡബിൾ കോട്സ് ക്ലോസ് ചെയ്തിട്ട് രണ്ട് ലെസ് ദാൻ സിമ്പിൾ ഇട്ടിട്ട് എ എന്നാണ് എഴുതിയിരുന്നതെങ്കിൽ എ എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ആയിരിക്കണമായിരുന്നു ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അതായത് ഇവിടെ 20 എന്ന് ഡിസ്പ്ലേ ചെയ്തതിന്. അപ്പോൾ എന്തെങ്കിലും വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ എനിക്ക് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ രണ്ട് ലെസ് ദാൻ സിമ്പിൾ എഴുതി, അതായത് ഔട്ട്പുട്ട് ഓപ്പറേറ്ററാണ് ഈ രണ്ട് ലെസ് ദാൻ സിമ്പിൾ എന്ന് പറയുന്നത്. ആ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ രണ്ട് ലെസ് ദാൻ സിമ്പിൾ ഇട്ടിട്ട് ആ വേരിയബിളിൻ്റെ നെയിമും കൂടെ അങ്ങ് മെൻഷൻ ചെയ്താൽ ആ വാല്യൂ ആയിരിക്കും ഔട്ട്പുട്ട് വിൻഡോയിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ സം ഈക്വൽ 50 എന്ന് നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് അവസാനത്തെ റിട്ടേൺ 0 എന്ന സ്റ്റേറ്റ്മെൻറ്റും കൂടെ എഴുതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് എഴുതുകയാണെങ്കിൽ പ്രോഗ്രാം നമുക്ക് എറർ ഇല്ലാതെ എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ സാമ്പിൾ പ്രോഗ്രാം എന്നുള്ളത്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരുപാടുണ്ട്, ഒരുപാട് സമയമായെന്ന് തോന്നുന്നു പറഞ്ഞത്. ഏകദേശം 1 hour ആകാറായി.
അപ്പോൾ എന്തായിരുന്നാലും ഞാൻ ഈ പറഞ്ഞതിൻ്റെ പകുതിയോളമേ നിങ്ങൾക്ക് മനസ്സിലായുള്ളൂ എന്ന് വരാം. പ്രോഗ്രാമിംഗ് ഒന്നും അറിഞ്ഞുകൂടാത്ത ആൾക്കാർ ഈ വീഡിയോ സമയമുണ്ടെങ്കിൽ ഒന്നും കൂടെ കേൾക്കാനായിട്ട് ശ്രമിക്കുക. ഇല്ല എങ്കിൽ കുഴപ്പമില്ല, അടുത്ത വീഡിയോയിലും ഇതേ സംഭവം തന്നെയാണ് ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട്, ഇപ്പോൾ പോസിബിളായിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഞാൻ ഈ പ്രോഗ്രാം ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. നിങ്ങൾക്ക് ഒരു പക്ഷേ തോന്നാം ഇവിടെ 20 എന്ന് ടൈപ്പ് ചെയ്യണതിന് പകരം 20.5 ആണ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇവിടെ എന്ത് സംഭവിക്കും എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. അപ്പം അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കാം. അപ്പം പറ്റാവുന്നത്ര ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ പ്രോഗ്രാമിംഗ് അറിഞ്ഞുകൂടാത്ത ആൾക്കാർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു സാമ്പിളായിട്ട് ഒരു പ്രോഗ്രാം എഴുതുക, പേപ്പറിൽ എഴുതുക. നിങ്ങൾ പ്രോഗ്രാം ആലോചിച്ചാൽ പോരാ, ഞാൻ ഈ പറയുന്ന ഹോംവർക്കായിട്ട് കരുതിക്കോ. കമ്പൾസറി ഒന്നുമല്ല ഇത് ഹോംവർക്ക് എഴുതി സബ്മിറ്റ് ചെയ്യുകയൊന്നും വേണ്ട, അസൈൻമെൻ്റ് ഒന്നുമല്ല. ഹോംവർക്ക് എഴുതി സബ്മിറ്റ് ചെയ്യുന്നവർക്ക് ഞാൻ മാർക്കും കൂടുതൽ കൊടുക്കത്തില്ല, സബ്മിറ്റ് ചെയ്യാത്തവർക്ക് മാർക്ക് കട്ട് ചെയ്യാനും പോകുന്നില്ല. അതൊന്നുമല്ല, ഞാൻ ചെറിയ ഒരു വർക്ക് പോലെ തരികയാണ് പ്രോഗ്രാമിംഗ് അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് ഒന്ന് ചെയ്ത് നോക്കാനായിട്ട്. കാരണം പ്രോഗ്രാം എഴുതി നോക്കിയാലേ മനസ്സിലാവുകയുള്ളൂ. ചുമ്മാ ഈ വീഡിയോ കേട്ടുകൊണ്ടിരുന്നാൽ മനസ്സിലാവത്തില്ല, മനസ്സിലാലോചിച്ചുകൊണ്ടിരുന്നാലും മനസ്സിലാവത്തില്ല, എഴുതിയാലേ മനസ്സിലാവുകയുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാനിവിടെ 2 നമ്പേഴ്സിൻ്റെ സമ്മാണ് കാൽക്കുലേറ്റ് ചെയ്തത്. നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, 3 നമ്പേഴ്സിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ 3 നമ്പേഴ്സിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നോ ആ മാറ്റങ്ങളെല്ലാം നിങ്ങൾ വരുത്തിയിട്ട് പേപ്പറിൽ എഴുതുക. പേപ്പറിൽ ഫ്രഷായിട്ട് പ്രോഗ്രാം എഴുതുക. 3 നമ്പേഴ്സിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം എഴുതി, അത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് ടൈപ്പ് ചെയ്ത്, ഒന്ന് ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുക. അല്ലെങ്കിൽ മൊബൈലിൽ ടൈപ്പിംഗ് സ്പീഡുള്ള അതിൻ്റെ ബ്രൗസറിൽ ഓൺലൈൻ കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, അതിൽ ടൈപ്പ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഔട്ട്പുട്ട് കിട്ടുന്നില്ല എങ്കിൽ മിക്കവാറും എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തന്നെ പറയും, ഇന്ന ലൈനിലാണ് എറർ എന്നൊക്കെ കൃത്യമായിട്ട് കാണിക്കും. എന്നിട്ട് നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം, പേഴ്സണലി മെസ്സേജ് അയക്കാം. ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കണമെന്നില്ല, പേഴ്സണലി മെസ്സേജ് അയക്കാം. മിസ്റ്റേക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാം. പ്രോഗ്രാമിംഗ് അറിഞ്ഞുകൂടാത്ത ആൾക്കാർ, താല്പര്യമുള്ളവർ ഇതൊരു ഹോംവർക്കായിട്ട് കൺസിഡർ ചെയ്യുക. സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ മാർക്ക് കുറയ്ക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല. ആരും സബ്മിറ്റ് ചെയ്തില്ലെങ്കിലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. പഠിക്കണമെന്ന് താല്പര്യമുള്ളവർ ചെയ്യാൻ നോക്കുക. ഇങ്ങനെ ചെയ്താൽ മാത്രമേ കാര്യം മനസ്സിലാവുള്ളൂ. അല്ലാതെ വീഡിയോ കേട്ടുകൊണ്ടിരുന്നാലോ മനസ്സിലാലോചിച്ചുകൊണ്ടിരുന്നാലോ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കത്തില്ല. എഴുതണം, പേപ്പറിൽ ഒരു ഫ്രഷായിട്ട് പേപ്പർ എടുത്ത് വെച്ച് കറക്റ്റായിട്ട് എഴുതണം. എഴുതിയിട്ട് പറ്റുമെങ്കിൽ അത് എക്സിക്യൂട്ടും കൂടെ ചെയ്ത് നോക്കുക. സമയം ഇഷ്ടം പോലെ ഉണ്ടായിരിക്കുമല്ലോ നിങ്ങൾക്ക് എന്ന് പ്രതീക്ഷിക്കാം. നിങ്ങൾ ടൈപ്പ് ചെയ്ത് എക്സിക്യൂട്ട് കൂടെ ചെയ്ത് ആൻസർ റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, ശ്രമിക്കുക. എന്നാലേ നിങ്ങൾ മനസ്സിലാവുകയുള്ളൂ. പ്രോഗ്രാമിംഗ് അറിഞ്ഞുകൂടാത്തവർ നിർബന്ധമായും ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. എനിക്ക് പറയാനേ ഒക്കെ ഉള്ളൂ, ചെയ്യേണ്ടത് നിങ്ങളാണ്. ചെയ്താൽ അത്രയും നല്ലത്, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതൊരു ഹോംവർക്കായിട്ട് കരുതുക. 3 നമ്പേഴ്സിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം എഴുതി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കിട്ടുന്നില്ല എങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി, മിസ്റ്റേക്ക് എന്താണെന്ന് ഞാൻ ആ സമയത്ത് പറഞ്ഞുതരാം. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. നമ്മളപ്പോൾ പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ബാക്കി അടുത്ത വീഡിയോ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.